ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മൾ ഒരു വചന ശുശ്രൂഷയിൽ പ്രവേശിക്കും. നമ്മൾ ഈ മണിക്കൂറിൽ ചിന്തിക്കുന്നത് കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അനേകർ വന്ന് കരഞ്ഞ് നിലവിളിക്കും. പക്ഷേ കർത്താവിൻ്റെ ആ സ്നേഹം മനസ്സിലാക്കി ഉള്ളിൽ തട്ടി വിളിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഉള്ളിൽ തട്ടി കർത്താവിനെ വിളിക്കുന്നവരാണെങ്കിൽ അവർക്ക് പിന്നെ ദുശീലങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ പാപം ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ വേദന ഉണ്ടാകും. കഠിന ഹൃദയം മാറി മാംസളമായി മാറും. ഇപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ഈ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ശരിക്കും ദൈവ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവില്ല. ഒരു സ്ഥലത്തും പോയി ഒരു മെസ്സേജ് എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീണ്ടും മദ്യവും അതിൽ വ്യഭിചാരവും ഒക്കെ വീഴ്ചകളൊക്കെ നമുക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരാം. പക്ഷെ അപ്പോൾ തന്നെ ഇത് തെറ്റാണല്ലോ കർത്താവേ, ഇത് ഞാൻ ചെയ്യാൻ പാടില്ലെന്ന് ഓർത്ത് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ആ ഉള്ളിലൊരു വേദനയില്ലാതെ അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്ന രീതിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വേറെ ഒരു സ്ഥലത്തും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളിൽ ഉള്ളിൽ കടുത്ത പിശാചിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് വചനം പറയുന്നത്, ഈശോയിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ തിരിച്ചു വന്നാൽ പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അവിടെ കൃപയുണ്ടാകും. അപ്പോൾ ദൈവത്തിന് മുത്തായി മാറിയ സാക്ഷ്യം ഞാൻ കാണിച്ചതായിരുന്നു. സാക്ഷ്യം കാണിച്ചതായിരുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാമത്തെ തിരുലിഖിതം വായിക്ക്. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നീട്ടിവെക്കരുത്. അവിടുത്തെ ക്രോധം ആ ശിക്ഷയിൽ നീ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൺവെൻഷൻ 10 കഴിഞ്ഞു, 21 കഴിഞ്ഞു. ഇനി നാളെ ആകട്ടെ, അടുത്ത ആഴ്ച ആകട്ടെ, പിന്നെ നീട്ടിവെക്കരുത്. അവിടുത്തെ ക്രോധം അഭിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. കർത്താവിലേക്ക് തിരികെ വരിക. അനേക സ്ഥലങ്ങളിൽ വചനം കേട്ടു, പ്രാർത്ഥിച്ചു, ദേവാലയങ്ങളിൽ പോയി. എന്നിട്ട് എന്തേ ദൈവജനത്തിന് വിടുതലില്ലാത്തത്? ഇന്നും സാത്താനാൽ ബന്ധിക്കപ്പെട്ട് ജനം കണ്ണുനീരോടെ വീണ്ടും പോവുകയാണ്. എവിടെ രക്ഷ? ആരെടുത്ത് പോയാൽ എനിക്ക് കൃപ കിട്ടും, എങ്ങോട്ട് പോയാൽ രക്ഷപ്പെടും എന്ന് വിചാരിച്ച് ജനം എങ്ങനെ കറങ്ങി നടക്കുകയാണ്. അവിടെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് തിരിയുക, നാളെ എന്ന് നീട്ടിവെക്കരുത്. ലോട്ടറിക്കാർ പറയും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നറുക്കെടുപ്പ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതല്ല കർത്താവ് പറയും, നാളെ നീട്ടിവെക്കരുത്, ദൈവത്തിലേക്ക് തിരിയുക. ഇന്ന് മനുഷ്യന്റെ ഹൃദയം ഓരോ ദിവസവും സാത്താൻ കരിങ്കല്ലാക്കി മാറ്റിയിരിക്കുക. അവന് നിഷ്കളങ്കതയില്ല. അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം മ്ലേച്ഛതയാണ് കടന്നത്, അതിനെ കുറിച്ചൊരു ബോധമില്ലാതെ ഇങ്ങനെ ജനം പോയിക്കൊണ്ട് എന്തെല്ലാം സംഭവിച്ചാലും സംഭവിക്കുന്ന സമയത്ത് നിലവിളിക്കുന്നല്ലാതെ പിന്നെ ജനത്തിന് ഒരു വ്യത്യാസമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിൽ 6-7 തിരുലിഖിതങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 6-7. കർത്താവിന് കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അന്വേഷിക്കുവിൻ, അവിടെ അരികെയുള്ളപ്പോൾ. അത് കഴിഞ്ഞ അടുത്ത വചനമാണ് ശരിക്കും ശക്തമായി. ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. ഹല്ലേലൂയ. നോക്ക്, ദുഷ്ടൻ തന്റെ ദുർമാർഗവും അധർമ്മി തന്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. കർത്താവിന്റെ കരുണ ലഭിക്കുന്നതിന് വേണ്ടി ദൈവമക്കൾ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. ശക്തമായ വചനാണ്. ഇന്ന് ദുഷ്ടത കുടുകുത്തി വാഴുന്നൊരു സമയമാണ് ഈ കാലഘട്ടം. ദുഷ്ടത ഒരു മനുഷ്യപ്പറ്റെന്നൊക്കെ നമ്മൾ പറയാം, അതൊന്നും ഇല്ല. ഇപ്പോ മനുഷ്യപ്പറ്റുന്ന സാധനം ഇല്ല. വചനം കേട്ടിട്ട് എന്താ കാര്യം? ധ്യാനം കൂടിയിട്ട് എന്താ കാര്യം?
ഉള്ളിൽ എന്തെങ്കിലും ആ ഹൃദയത്തിൽ ഒരു മനുഷ്യനെ പറ്റി വേണ്ടേ കഴുത്തിറക്കാൻ. അതായത് എങ്ങനെ എനിക്ക് രക്ഷപ്പെടാം, അത് മറ്റുള്ളവരുടെ തലയിൽ ചവിട്ടിയിട്ടാണെങ്കിലും അവനെ ചവിട്ടി മെതിച്ചിട്ടാണെങ്കിലും ഞാൻ കടന്നു. ആ ഒരു ചിന്താഗതിയിലാണ് ഇന്ന് ജനം. അതുകൊണ്ടാ കർത്താവിന്, അതായത് ഇതല്ലേ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ, അത് നിങ്ങൾ എടുക്കണ്ട, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായം കാണുന്നു, ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനോർത്ത് ദൈവം പരിതപിച്ചു എന്നൊരു വചനമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം പരിതപിച്ചു. ഇത് എന്തിന് ഞാൻ സൃഷ്ടിച്ചു, എൻ്റെ ഛായയിലും സാദൃശ്യത്തിലും, എന്തിന് എൻ്റെ ദൈവമക്കളായിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് എൻ്റെ ഛായയിലും സാദൃശ്യത്തിലും എന്തിന് മക്കളെ സൃഷ്ടിച്ചു എന്ന് ഓർത്ത് ദൈവം പരിതപിക്കുകയാണ്. വേണ്ടായിരുന്നു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൺവെൻഷൻ കൂടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചതിനെ ഓർത്ത് നിങ്ങളുടെ സൃഷ്ടിതാവായ ദൈവം നിങ്ങളെ ഓർത്ത് പരിതപിക്കാൻ ഇടവരുത്തരുത്. അതുകൊണ്ടാ ഇവിടെ യേശയ്യാ പ്രവാചകനോട് പറഞ്ഞത്, ദുഷ്ടൻ തന്റെ ദുഷ്ടത ഉപേക്ഷിക്കുക, അധർമ്മം ഉപേക്ഷിക്കുക, ദുഷ്ടത ഉപേക്ഷിക്കുക, എന്നിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുക, എന്നിട്ട് ദൈവത്തിന്റെ സ്നേഹം അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുക. അപ്പോൾ സമൂഹാഭിഷേകം പ്രാപിക്കും. എന്തെല്ലാം ഉണ്ടെങ്കിലും ആർക്ക് ഒന്നും ചെയ്യാമല്ല. എല്ലാവരും അവരുടെ യുക്തി, ചിന്ത, ദൈവത്തിന് സ്ഥാനമില്ല, ചുമ്മാ നിസ്സാരമായി കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് കർത്താവിന് കർത്താവിന്റെ വേദനയായിരുന്നു ജലപ്രളയം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലേ, 2016 ഓഗസ്റ്റ് മാസം 16-ാം തീയതി നിങ്ങളുടെ ജീവിതത്തിൽ മരിക്കുന്നതോടെ വരെ അത് മറന്നു പോകുകയല്ല. മരിക്കുന്നതോടെ വരെ മറന്നു പോകുകയില്ല. അന്നെല്ലാവരും ചങ്ക് പൊട്ടി ഞങ്ങൾ എന്താണ് കർത്താവ് ചെയ്യേണ്ടത്, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമെന്ന് കാറിക്കൂകി നിലവിളിച്ചു. വെള്ളം ഇറങ്ങി തീർന്നു. വീടൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടി. ഈ പ്രദേശം മൊത്തം നോക്ക്, നിങ്ങൾക്കറിയാം, വെള്ളം കയറിയ കുടുംബങ്ങൾ, വെള്ളം കയറിയ വീടുകൾ, ചെളിയും അതുപോലെ കണ്ട ചവറുകളെല്ലാം കയറി ചീഞ്ഞളിഞ്ഞ് അതിനകത്തേക്ക് കാല് പോലും കുത്താതെ നിങ്ങൾ കയറി. എത്ര ദിവസം എടുത്ത് ക്ലീൻ ചെയ്യാൻ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെല്ലാം ക്ലീൻ ചെയ്ത് വീടൊക്കെ പെയിന്റ് ചെയ്ത് അത് പഴയപടിയായി ജനം മറന്നു. 16-ാം തീയതി വിട്ടു. ഇനി അടുത്ത ജലപ്രളയം ഉണ്ടാവണം ഇതിന് കാരക്ക് ഗുണമെങ്കിൽ. ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ അന്ന് ചിന്തിച്ചു, ദൈവമേ, ആ 16-ാം തീയതി ജനം ഫോണില്ല, ഫോൺ ഒരു സ്ഥലത്തേക്ക് വിളിക്കാൻ പറ്റത്തില്ല, ഫോണില്ല, ഒരു കാര്യമില്ല, ഭക്ഷണം പോലും ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി എന്ത് ചെയ്തു? ഞാൻ അവർക്കാണ് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, വെള്ളം കയറി വന്ന് അവരെ കയറി മുകളിലേക്ക് പോയി, ടെറസിൻ്റെ മുകളിലേക്ക് കയറി. അപ്പോൾ സ്റ്റൗവും കുറേ അരി എല്ലാം എടുത്ത് മുകളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഇനി എല്ലാ ടോയ്ലറ്റ് മൊത്തം കയറി. ഇനി മുകളിലിരുന്ന് ഈ ടോയ്ലറ്റിനകത്ത്, അല്ലെങ്കിൽ ടോയ്ലറ്റെല്ലാം വെള്ളം നിറഞ്ഞു. ഇനി ഇവർ ടെറസിന് മുകളിലിരിക്കുകയാണ്. ഗ്യാസിനകത്ത് ഇവർക്ക് അരിയുണ്ട്, പച്ചക്കറി, എല്ലാ സാധനങ്ങളും അവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെട്ടി എറിഞ്ഞ് കറിയാക്കി ഭക്ഷണം ശരിക്കും തിന്നാം. 2-3 ദിവസം മഴ പെയ്താൽ എവിടെ അവർ ബാത്റൂമിൽ പോകും? പ്രിയപ്പെട്ട സഹോദരൻ, എന്നിട്ട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഓർക്കാണ്. എന്നിട്ട് ജനത്തിന് ബോധ്യമായിട്ടില്ല. ഇപ്പോഴും ജനം നടക്കുകയാണ്. ഞങ്ങൾ വലിയ ശക്തി എന്ന് പറഞ്ഞു. ഒറ്റ ദിവസം കർത്താവ് മഴ പെയ്ച്ചുള്ളെന്ന് വിചാരിക്കണം, ഒറ്റ ദിവസം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്ക്, ആ ചേട്ടൻ പറഞ്ഞിങ്ങനെയാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് പിള്ളേർ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഞങ്ങളുടെ 50 പൈസ കൂട് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, കണ്ടിട്ടില്ല. ഷിമ്മിക്കൂട് അതിനകത്തേക്ക് സ്ഥാപിച്ചിട്ട് പുറത്തേക്ക് വലിച്ചെറിയുന്നു. മനസ്സിലായോ? നോക്ക്, കർത്താവ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഒരു സന്തോഷമില്ല. നിങ്ങളുടെ കഴിവ്, ശക്തി, ബലം, പണം ഒന്നും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ കോടികളുണ്ട്, ഞങ്ങൾക്ക് എല്ലാ സമ്പത്തുണ്ട് എന്ന് പറഞ്ഞിരുന്നിട്ട് വെള്ളത്തിനവിടെ നിൽക്കി, ഇതാ 10,000 രൂപ തരാം, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ, 10 കോടി വെള്ളം അരച്ച് കയറുകയുള്ളൂ. അപ്പോൾ പറഞ്ഞു, അയ്യോ ഞങ്ങളെല്ലാം പോയി. വലിയ വാഹനത്തിലുള്ളവരൊക്കെ ബോട്ടെ കയറി, ആ വാഹനമൊക്കെ വെള്ളം കയറി മുങ്ങി, ബെൻസ് കാർ വരെ മുങ്ങി തകർന്ന് തരിപ്പണായി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ വിചാരിക്കുക, മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ പറയില്ല, വെറും പുൽക്കൊടിക്ക് തുല്യമാണ്. അതുകൊണ്ട് ദൈവം അനുവദിക്കാതെ നിങ്ങൾക്ക്
ഒരു സന്തോഷം ഉണ്ടാവുകയില്ല. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദുഷ്ടൻ തന്റെ ദുഷ്ടമാർഗവും അധർമ്മവും ഉപേക്ഷിക്കുക, എന്നിട്ട് ദൈവത്തെ വിളിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ജനത്തിന് ഒരു വ്യത്യാസവും ഇല്ല. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാമത്തെ തിരുലിഖിതം. 2 ദിനവൃത്താന്തം 7:14. എന്റെ നാമം പേർന്ന ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്നും പിന്തിരികുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാകുകയും ചെയ്യും. ഹല്ലേലൂയ. എന്റെ നാമം പേർന്ന ജനം, ഇവിടെ ഇരിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും അതുപോലെ യേശു ക്രിസ്തുവിന്റെ നാമം അറിയുന്നവരാണ്, വിളിക്കാൻ. ആ നാമം പേർന്ന ജനം എന്നെ അന്വേഷിക്കണം, ഇവിടെ തങ്ങളെ തന്നെ എളിമപ്പെടുത്തണം. ഞാൻ ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യന്റെ കഴിവ് ഇത്രയേ ഉള്ളൂ. അതാണ് കർത്താവ് കാണിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നീ എന്തേരെ കിടന്ന് ചാടിയാലും എന്തേരെ കിടന്ന് തുള്ളിയാലും, ഞാൻ ഒന്ന് ആകാശവിധാനം ഒന്ന് തുറന്നാൽ, ഒറ്റ ദിവസം തുറന്നാൽ നിനക്കതിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. വീണ്ടും ഒരു ദിവസം കൂടെ മഴ പെയ്തിരുന്നെങ്കിൽ, വീണ്ടും ഒരു ദിവസം കൂടെ ആ വെള്ളം അതേ ഇവിടെ നിന്നിരുന്നെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ കൺവെൻഷൻ നടക്കില്ല. ഹല്ലേലൂയ. ഒരു ദിവസം 2 ദിവസം അല്ല, ആ മഴയൊന്ന് തുടർന്ന് പോയി നോക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ പേര് ഇന്ന് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞേനെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗവൺമെന്റിനൊന്നും ചെയ്യാൻ പറ്റിയില്ല, നാട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ എലക്ട് ചെയ്ത അല്ലെങ്കിൽ MP മാർക്കോ MLA മാർക്കോ പഞ്ചായത്തിലുള്ളവർക്കോ മുനിസിപ്പലിലുള്ളവർക്കോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ദൈവത്തിൻ്റെ ആ ഒരു കരം, ദൈവത്തിന്റെ ക്രോധത്തിന്റെ കരം ദൈവം തന്നെ പിൻവലിച്ചപ്പോൾ ജനം രക്ഷപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ കർത്താവ് പറയാണ്, എൻ്റെ നാമം പേറുന്ന ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. ദുർമാർഗങ്ങൾ, ഏത് മാർഗം ഉപയോഗിച്ച് എന്ത് നേടാം എന്നുള്ള ചിന്ത ഉപേക്ഷിക്കുക. എന്ത് നേടാൻ ചിന്ത ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ഇന്ന് മനുഷ്യൻ സ്വത്തുണ്ടാക്കാൻ, ഭവനം ഉണ്ടാക്കാൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഓർക്കാണ് എത്രയോ കുടുംബങ്ങളാണ് നശിക്കുന്നത്, എത്രയോ കുടുംബങ്ങൾ നശിക്കുന്നു. ഇന്ന് ഇവിടെ തന്നെ ഇരിക്കുന്നത് ബ്ലേഡ് പലിശയ്ക്ക്, ബ്ലേഡ് പൈസ 10, 1, 2 ലക്ഷം രൂപ പ്രത്യേക അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ അതൊന്ന് മേടിച്ചു. അപ്പോൾ എന്ത് ചെയ്ത്? കഴുത്തറക്കുന്ന പലിശയും കൊടുത്തു. ഇപ്പോഴും കടം. വീടും സ്ഥലവും സകലതും വിറ്റാലും കടം വീടാൻ പറ്റാത്ത വിധത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് കടത്തിൽ മുങ്ങിത്താണ് കിടക്കുകയാണ്. പലിശയുടെ കൊടുത്ത് തീർത്തു. എന്നിട്ട് ജനം ഇന്ന് ഈ വേദനിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ കഴുത്തറത്ത് വാങ്ങിച്ച് മേടിക്കുന്ന ആ പൈസ, ഇതാണ് ദുർമാർഗം. ഈ ദുർമാർഗത്തിലൂടെ സമ്പാദിക്കുന്ന പൈസ ആസ്വദിക്കാൻ പറ്റില്ല. തലമുറകൾക്ക് നിങ്ങളത് സമ്പാദിച്ചു കൂട്ടും, തലമുറകൾ കണ്ണീരിലേക്ക് വീഴും. അതുകൊണ്ടാണ് ഇന്ന് ജനത്തിനോട് ഈശോ പറയുന്നത്, നീ ദുഷ്ടമാർഗം ഉപേക്ഷിക്കുക, അധർമ്മം ഉപേക്ഷിക്കുക. ചുമ്മാ വെറുതെ പോയി ഒരു കുമ്പസാരക്കൂട്ടി പോയി ഞാൻ ഇടിച്ചു, മാന്തി, തൊഴിച്ചു എന്നല്ല പറയേണ്ടത്. ശരിക്കും യേശു ക്രിസ്തുവിന്റെ വചനം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ പരിശുദ്ധാത്മാവ് എന്നിൽ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവൃത്തി അതെന്ത് തന്നെ ആയിരുന്നാലും, അതിന് മദ്യപാന വ്യഭിചാരം മാത്രമല്ല, ദൈവ സ്നേഹം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തി, അതാണ് അധർമ്മം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, മനുഷ്യന് ശരിക്കും വെറും പുല്ലിന് തുല്യം. നിമിഷ നേരം ഇന്നൊരു സോപ്പ് കൊമള ഒറ്റ ഞൊട്ടിന് തീരുള്ളൂ, അവരാണ് കിടന്ന് ചാടുന്നത്. ഞാനും അതിനകത്ത് ഉൾപ്പെട്ടതാ. എനിക്കറിയാം, നിമിഷ നേരം കൊണ്ട്, ഒറ്റ നേരം, ഒരു നിമിഷം മതി, അവന്റെ ജീവിതം അത്രയേ ഉള്ളൂ. പക്ഷേ ജനം എന്നിട്ട് മനസ്സിലാക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കാണ്, എന്ത് ചെയ്യും? ജനം മനസ്സിലാക്കുന്നില്ല. ജനം എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു എല്ലാം നോർമലായി അപ്പൊ പിന്നെ ഇറങ്ങി പുറത്തേക്ക് പരസ്പരം മത്സരം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വർഷം ഈ ആ മഴക്കെടുതി എത്ര ഹർത്താൽ ഇവിടുന്ന്, എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം കൊണ്ട് കുത്തി റെഡിയാക്കി. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനം പുറത്തേക്ക് ഇറങ്ങി എന്തെല്ലാം പ്രവർത്തികളാണ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ നോക്ക്, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ തിരുസഭയ്ക്കെതിരെ എന്തെല്ലാം പ്രവർത്തി. തിരുസഭ മെത്രാന്മാരോട് ബഹുമാനമില്ല, വൈദികരോട് ബഹുമാനമില്ല, സിസ്റ്റേഴ്സിനോട് ബഹുമാനമില്ല, കുടുംബങ്ങളോട് ബഹുമാനമില്ല, കൂദാശകളോട് ബഹുമാനമില്ല.
ജനത്തിന്റെ ചിന്തയാണ്. കുമ്പസാരത്തിനോട് ബഹുമാനമില്ല, വിശുദ്ധ കുർബാനയുടെ ബഹുമാനമില്ല, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരുടെ ബഹുമാനമില്ല. സാത്താനാൽ ബന്ധിക്കപ്പെട്ട് ഇന്ന് തിരുസഭയ്ക്കെതിരെ, മെത്രാന്മാർക്കെതിരെ, അതേപോലെ കുടുംബത്തിനെതിരെ, മക്കൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവും വഴക്കും വക്കാണോ കൊണ്ട് ജനം മത്സരിക്കുക. എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആരോഗ്യം വരെ നമുക്ക് കൈ പിടിച്ചാൽ കെട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ നാമം പേർന്ന് എന്നിലേക്ക് തിരിയുക, വിളിക്കുക. ഹല്ലേലൂയ, മനസ്സിലാവുന്നു? ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചന പുസ്തകം 18-ാം അധ്യായം അതിൽ 31-32 തിരുലിഖിതങ്ങൾ. എസെക്കിയേൽ പ്രവാചന പുസ്തകം 18, 31, 32. എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ, ഒരു പുതിയ ഹൃദയവും ഇസ്രായേൽ ഭവനമേ, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ആരുടെയും മരണത്തിൽ നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ. ഇന്ന് ജനത്തിനില്ലാത്ത ഒരു സംഭവമാണ് പശ്ചാത്താപം. ഒരു തെറ്റ് ചെയ്താ അവൻ ന്യായീകരിച്ച് നിൽക്കുക. ഒരു തെറ്റ് ചെയ്താ ന്യായീകരിക്കുക. പശ്ചാത്താപം എന്ന സാധനം എടുത്തു മാറ്റിക്കളഞ്ഞ് ഭാര്യയെ കുനിച്ച് നിർത്തി ഇടിച്ച് നശിപ്പിച്ച് എല്ലാം താഴത്തേക്ക് ഇട്ടിട്ട് അവൻ പിന്നെ നടക്കാണ് ഞെളിഞ്ഞ്. മദ്യപിച്ച് കുടുംബത്തിൽ കലകവും ഭിന്നതയും ഉണ്ടാക്കിയിട്ട് വീണ്ടും നടക്കാണ്. ഒരു 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 എന്താ പറയുക, ഒരു അതായത് ഞാൻ ഇപ്പോഴും ശരി, ഞാൻ ഇപ്പോഴും ശരി. കുടുംബത്തെ മുഴുവൻ കണ്ട് അവിടെ എല്ലാം പോയി നശിപ്പിച്ച് കടബാധ കയറി നശിച്ച് കുടുംബം താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ അവൻ നിലഞ്ഞിരിക്കുകയാണ്, ഞാൻ എൻ്റെ കഴിവെൻ്റെ ശക്തി. ഇത്രമാത്രം പീഡകളുണ്ടായി, ഇത്രമാത്രം നാശനഷ്ടങ്ങളുണ്ടായി, അനേകരുടെ ഭവനം പോയി. ഇന്ന് ആ ഭവനം പോയിട്ട് വീണ്ടും ഒരു ഭവനമില്ലാതെ കരഞ്ഞു നിലവിളിക്കുന്ന അനേക അമ്മമാരുണ്ട്. അട്ടപ്പാടി മലയോരും വെള്ളിയാഴ്ച, അച്ഛാ ഭവനം മൊത്തം ഇടിഞ്ഞു വീണാർന്നെങ്കിൽ ഗവൺമെൻറ് തന്നെ, ഇത് ഇടിഞ്ഞു വീണില്ല, അതുകൊണ്ട് ഗവൺമെൻറ് തരത്തില്ല, അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുക. ആര് ഞങ്ങളെ സഹായിക്കും? ഭവനമില്ലാത്തവരും മക്കൾ നഷ്ടപ്പെട്ടവരും കുടുംബത്തിൽ വീടിൽ താമസിക്കാൻ പറ്റാതെ ഇന്ന് വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട്. വീട് പ്രത്യേകിച്ച് നമുക്ക് പ്രിയപ്പെട്ടവർ, ഇവിടെയൊക്കെ വെള്ളം കയറി ഇറങ്ങിപ്പോയി. ഇടുക്കി, എൻ്റെ ദേശം ഇടുക്കി, അവിടെയൊക്കെ മണ്ണിൻ്റെ അടിയിലേക്ക് വീട് ഇറങ്ങിപ്പോയി. പിന്നെ അത് പൊക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ല, മണ്ണിൻ്റെ അടിയിലേക്ക് പോയി. 2-3 നിലയുള്ള വീട്. ഇവിടെ വെള്ളം ഇറങ്ങി ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അവിടെ മണ്ണിൻ്റെ അടിയിലേക്ക് പോയി. ചിലതൊക്കെ വലിയ ഉരുളൊക്കെ പൊട്ടി വന്ന് അതെല്ലാം നശിച്ച് ഒഴുകിപ്പോയി. നാമാവശേഷം അതിൻ്റെ കൂടെ കുറേ പേര് മരിച്ചുപോയി. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇടുക്കിയിൽ ഒരു സ്ഥലത്തുണ്ട്, ഒരു കുട്ടി മാത്രമേ ഉള്ളൂ, നേഴ്സിംഗ് പഠിക്കാമായ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ. ആരുമില്ല, ബാക്കിയെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോയി. ആരുമില്ല, ഒഴിച്ചുപോയി. അപ്പം നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഹാര താണ്ഡവവാടി ദിവസങ്ങളായിരുന്നു. എന്നിട്ടും ജനത്തിന് ബോധ്യമില്ല, എന്നിട്ടും ജനത്തിന് പശ്ചാത്താപമില്ല, എന്നിട്ടും ജനം നടക്കാണ്. ഈ കൺവെൻഷൻ കൂടുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനത്തിന് പശ്ചാത്താപമില്ല, ജനത്തിന് മാനസാന്തരമില്ല. അവൻ ഇപ്പോൾ നടക്കുകയാണ്. ഇന്നും പ്രിയപ്പെട്ട ഇന്നും കാണും ബീവറേജിന് മുമ്പിൽ നീണ്ട ക്യൂ. എന്തിനു വേണ്ടിയാ? മദ്യപിക്കുക, വീട്ടിൽ വന്ന് കലകവും കോപം എല്ലാം ഉണ്ടാക്കി കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇന്നും കിലോമീറ്റർ ക്യൂ നിൽക്കും. എന്നിട്ട് അവൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ട് എന്നിട്ട് എന്ത് ചെയ്യും? രോഗം ബാധിക്കുമ്പോൾ ഈവനെയും പൊക്കിപ്പിടിച്ച് ഭാര്യയും മക്കളും നടക്കാണ്. എൻ്റെ ഭർത്താവിന് രോഗം മാറ്റണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. എന്നിട്ടും ജനത്തിന് വ്യത്യാസമില്ല. ഇതെല്ലാം സ്വർഗത്തിൽ നിന്ന് ദൈവം കാണുക. അനേകരിൽ നിന്ന് പൈസ, അതായത് ബ്ലേഡ് പലിശയ്ക്ക് മേടിച്ചിട്ട് അത് സമ്പാദിച്ച് വീട്ടിൽ നിന്നും അതെല്ലാം കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന കുടുംബത്തെ കാണുമ്പോൾ സ്വർഗം കാണുക. ഇത് പിന്നെ എങ്ങനെ ഇവിടെ മഴ പെയ്യാതിരിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരായ മാർഗത്തിലൂടെ അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് ഒരു 5 പൈസ കടന്നു വരരുത്. കർത്താവിന് ഇഷ്ടമില്ലാത്ത വചന ലംഘന പ്രവർത്തികൾ ചെയ്യും. ഇതാണ് പറയുന്നത് മാനസാന്തരം എന്ന് പറയുന്നത്. വചനം കേട്ട് പോയാൽ പോരാ, വചനം കേട്ട് പോയാൽ പോരാ, മറിച്ച് വചനത്തിൽ പറയുന്നതും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നഷ്ടപ്പെടുന്നതായി പ്രവൃത്തി ഉപേക്ഷിച്ച് പറ്റൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ജനത്തിന്റെ ഇടയിലേക്ക് സാത്താൻ അതിശക്തമായി ഇറങ്ങി. അതുകൊണ്ട് എന്ത് ചെയ്തു? ജനത്തെ തന്നെ ജനത്തിനെതിരെ തിരിച്ചുവിടുക. ആർക്കാണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ത് നേടി?
ഞാൻ പച്ചയ്ക്ക് പറയുന്നു. നമ്മൾ നോക്ക്, ഇത് ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ ഇവിടെ നമ്മുടെ സീറോ മലബാർ സഭ അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു, ഒരു പിതാവ് പാപം ചെയ്തു, തെറ്റ് ചെയ്തു പറഞ്ഞുകൊണ്ട് സമരം ചെയ്തു. എന്നിട്ട് എന്തൊക്കെ ഇതായോ? ഞാനിതിനകത്തൊന്നും ഇതില്ല, ഞാനത് സത്യം, ആരെ തെറ്റ് ചെയ്ത് ശിക്ഷിക്കണം, ഓക്കെ. പക്ഷെ എന്ത് ചെയ്ത് അതുകൊണ്ട് ഇവരൊന്നും കിട്ടിയില്ല, ചുമ്മാ പറഞ്ഞ് തുള്ളിച്ചാടി. അതിൻ്റെ പേരെ കുറേ പോയി, കുറേ മീഡിയകളോട് പറഞ്ഞ് വാളിച്ച് നാറ്റിച്ച് നശിപ്പിച്ചു. എന്തൊക്കെ കിട്ടിയെന്ന്? ഹല്ലേലൂയ. ചുമ്മാ മലന്ന് കിടന്ന് നിങ്ങളും തുപ്പി, മലന്ന് കിടന്ന് തുപ്പി തലയിലേക്ക് വീണു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട അതാരായിരുന്നാലും ഞാൻ പറയട്ടെ, ഞാൻ പാപം ചെയ്താൽ ഞാൻ അനുഭവിക്കണം. ഞാൻ അനുദപിച്ച് കർത്താവിന് സന്നിധിയിലേക്ക് ഞാൻ അധർമ്മം ഉപേക്ഷിച്ച് എൻ്റെ കർത്താവ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിന് കാല് പിടിച്ചില്ല, എനിക്ക് തന്നെ. അത് കുടുംബാണെങ്കിലും കുടുംബമാണ് കുടുംബം, കുടുംബനാഥനാണ് കുടുംബനാഥ, കുടുംബനാഥയാണ് കുടുംബനാഥ. ഭർത്താവ് ഉണ്ടായിരിക്കെ പരപുരുഷന്റെ പിന്നാലെ ഇറങ്ങിപ്പോയി ഭർത്താവിനെ കണ്ണ് വെട്ടിച്ച് വ്യഭിചാരം ചെയ്താൽ നിനക്ക് തന്നെ ഇടുത്തി. ഭാര്യ ഇരിക്കെ ഭാര്യ അറിയാതെ പരസ്ത്രീയുടെ പിന്നാലെ പോയി നീ അവളോടൊപ്പം ചേർന്ന് ശാരീരിക ബന്ധം അല്ലെങ്കിൽ അർമാദിച്ച നിനക്ക് തന്നെ ദുരിതം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ പാപത്തിൽ വീണ എനിക്ക് തന്നെ ദുരിതം, എൻ്റെ കുടുംബത്തിന് ദുരിതം. ഒരു സിസ്റ്ററാണ്, സിസ്റ്ററിന് ദുരിതം. അതാരായിരുന്നാലും കർത്താവിനോട് നോട്ടമില്ല. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധമായി ജീവിക്കാൻ വേണ്ടിയാണ്. എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്ന പ്രവൃത്തി ഞാൻ ചെയ്താൽ അത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ തലമുറകളും അനുഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കണം. അതല്ലാതെ നമ്മളിവിടെ പന്തല് കെട്ടി സമരം ചെയ്യുന്ന വിചാരിച്ച് നീ വിശുദ്ധി പ്രാപിക്കുകയില്ല, നിനക്കൊരു വിടുതലുണ്ടാവുകയില്ല. ഹല്ലേലൂയ. തിരുസഭയ്ക്കെതിരെ സംസാരിക്കാനും മെത്രാമാരോ വൈദികരോ സിസ്റ്റേഴ്സോ പാപം ചെയ്തെങ്കിൽ അവരുടെ മേൽ കർത്താവ് എടുത്തി വീഴിക്കും. ഹല്ലേലൂയ. അച്ഛന്മാര് പാൻ്റ് ഇടുന്നു, ഞങ്ങൾ ചുരിദാർ ഇടുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് ഇട്ടോണം, കാണിക്കേണ്ട ആവശ്യമില്ല. അതിന് മീഡിയക്ക് താല്പര്യമുള്ളവർ ചെയ്യുക. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവകൽപ്പനകൾ ലംഘിച്ച് പശ്ചാത്തപിക്കാതെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട ജനമേ, നിനക്ക് ദുരിതം. ഹല്ലേലൂയ. ജോയൽ പ്രവാചന പുസ്തകത്തിൽ 2-ാം അധ്യായം 13-ാമത്തെ ലിഖിതം. ജോയൽ പ്രവാചന പുസ്തകം 2:13 എന്താ വായിക്കുക? നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. എന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനും ആണ്. ശിക്ഷ പിൻവലിക്കാൻ. നോക്ക്, നമ്മളൊരു തെറ്റ് ചെയ്തു, പാപത്തിൽ വീണു, അശുദ്ധി ബാധിച്ചു. അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ ഉദാരമതിയും സ്നേഹസമ്പന്നനുമാണ്, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. മനുഷ്യനതിന് തയ്യാറല്ല, ഹൃദയം നുറുങ്ങി വിളിക്കാൻ തയ്യാറല്ല, അവൻ അനുദപിക്കാൻ തയ്യാറല്ല, അവന് മാനസാന്തരം വേണ്ട, അവന് പശ്ചാത്താപം വേണ്ട. അവനിപ്പോഴും അവൻ്റെ കഴിവിൽ തന്നെ പിടിച്ചോണ്ടിരിക്കുക. ആർക്കെന്ത് നേടാൻ പറ്റി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് നേടി? ഇന്ന് ഞാൻ ഓർക്കുകയാണ്, അത് ക്രിസ്തീയ സഭയിലാണെങ്കിലും പുറത്തുള്ള മറ്റേത് അക്രൈസ്തവരാണെങ്കിലും എന്ത് നേടി? അവർ തമ്മിൽ മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കലകിച്ച് കുറേ പേരെ കൊന്ന് രക്തപ്പുഴ ഒഴുക്കാനല്ലാതെ ഒന്നും നേടാൻ പറ്റിയിട്ടില്ല, ഒരൊന്നും നേടാൻ പറ്റിയിട്ടില്ല. അതാണ് എൻ്റെ സങ്കടം. ഏതെങ്കിലും ഇത് ചെയ്തിട്ട് ഒരു സന്തോഷമോ സമാധാനമോ ഒരു സമുദായത്തിനോ ഒരു ദേശത്തിനോ ഒരു മതത്തിനോ കിട്ടിയെങ്കിൽ അത് കാര്യമുണ്ടായിരുന്നു. നമ്മളെ പാരമ്പര്യ വിശ്വാസങ്ങൾ അത് ഓരോ സമൂഹത്തിനും അല്ലെങ്കിൽ മതത്തിനും അവർക്ക് പാരമ്പര്യമായ വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതിനെ ലംഘിക്കാൻ നമ്മൾ തയ്യാറാകരുത്. ഹല്ലേലൂയ. ക്രിസ്ത്യാനികളുടെ പാരമ്പര്യ വിശ്വാസമാണ് അവൻ പോയി കുമ്പസാരക്കൂട്ടിൽ തൻ്റെ പാപങ്ങൾ ഒരു വൈദികൻ്റെ അടുത്ത് ഏറ്റുപറയുക. അത് വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് കൈമാറ്റം ചെയ്തിട്ടുള്ള ഒന്നാണ്. ഇനിയിപ്പോൾ അതിനെ തിരുത്തേണ്ട ആവശ്യമില്ല, ആ വഴിക്ക് പോവുക. നിനക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഒരു വൈദികൻ വിശദീകരിക്കും, അത് അങ്ങനെ തന്നെ പോട്ടെ. ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അങ്ങനെ പലതും, അത് ക്രിസ്തീയ സഭയാണ് ശരി, മറ്റേത് സഭ അവരുടേതായ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ നാം അതിൽ ലംഘിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അധർമ്മം, അതാണ് അനീതി, അതാണ് ദുഷ്ടത, അതാണ് പിശാചിന്റെ പ്രവൃത്തി. ആ പ്രവൃത്തികൾ തിരിച്ചറിയാതെ നീ അവരുടെയും വാക്ക് കേട്ട് അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ നീ പോകുന്നത് ദൈവത്തിന്റെ വാക്കനുസരിച്ചുള്ള പിശാചിന്റെ പ്രവൃത്തി അനുസരിച്ചിട്ടാ.
ഇതാണ് പ്രവാചകന്മാർ അന്നും പറഞ്ഞത്. എങ്ങനെയാണ്? നിങ്ങൾ ആമോസ് പ്രവാചകന്റെ വസ്ത്രം എടുത്ത് വായിക്കുവാണെങ്കിൽ കാണാൻ പറ്റും. അതായത് സമൂഹത്തിന്റെ അനീതി കണ്ടിട്ട് ആ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ ഒരു പ്രവാചകൻ ആമോസ്. ഇസ്രായേൽ മക്കളിൽ നിന്ന് തിരിച്ചു വരിക, അശുദ്ധിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, കോപത്തിൽ നിന്നും, കപടത്തിൽ നിന്നും, അതുപോലെ നിങ്ങൾ നശിപ്പിക്കുന്ന ദൈവനിഷേധം തിരിച്ചു വരിക, നിങ്ങൾ നശിക്കും എന്ന് ശക്തിയുക്തം പറഞ്ഞു. എത്രമാത്രം ശക്തമായ പവറുള്ള വചനാന്നറിയോ? അതുകൊണ്ടാ ഇന്ന് നിങ്ങളോട് പറയുക, നിങ്ങൾ വസ്ത്രം കീറി പ്രാർത്ഥിക്കണം. നമുക്ക് വീഴ്ച പറ്റി, നമ്മൾ തന്നെ വിശുദ്ധി പ്രാപിക്കുക. കുടുംബങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ഓർത്തോ, ഇന്ന് നിന്റെ കുടുംബം നീ ചെയ്ത പാപത്തിന് നീ പരിഹാരം ചെയ്യാതെ മരിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ പാപത്തിന് പ്രത്യാഘാതങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കൾ അനുഭവിക്കും. ഹല്ലേലൂയ. യേശുവേ. നമ്മൾ വിചാരിക്കും, ഞാൻ അവർക്കാണ് എന്താ, കോടികളുടെ ആസ്തിയുണ്ട്, ഒരു പൈസ കയ്യിലേക്കില്ല, കോടികളുടെ ആസ്തിയുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച മലമുകളിൽ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വെബ് ലൈവിൽ ഈ സംഭവം തന്നെ പറഞ്ഞു. ലൈവ് ശുശ്രൂഷയിൽ ഞാൻ ടോക്കുന്ന സമയത്ത് ഇത് പറഞ്ഞ പിശാചിന്റെ പ്രവൃത്തി, ഈ ഒരു ഉദാഹരണം. ഒരു സഹോദരൻ വന്ന്, അതായത് 4 മണിയായപ്പോൾ ആളുകൾ ഇവിടെ 2:30 ശുശ്രൂഷ അവസാനിക്കും. അതിനുശേഷം പിന്നീട് അച്ഛന്മാരെ കണ്ട് പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. 3:30 ആയപ്പോൾ വട്ടാരിച്ചെല്ലാം കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് എന്നോട് പറഞ്ഞു, ഇനി ആരെങ്കിലും വന്നാൽ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ചേട്ടൻ ഓടിക്കത്തച്ച് വരുവാണ്, അയ്യോ വട്ടാഴ്ചയെ കാണണമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പോയി. അയ്യോ അത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടൻ സാവധാനത്തിൽ എന്താ പ്രശ്നം എന്നോടൊന്ന് പറ, ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന്. ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നല്ല കാര്യം ചേട്ടൻ, അത് നല്ല കാര്യമല്ലേ, സ്വത്തുണ്ടല്ലോ, പക്ഷേ എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് ചിലവിനുള്ള പൈസ ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് ചിലവിന് പൈസ ഇല്ല. ഞാൻ പറഞ്ഞു, അത് പോട്ടെ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ചിലവിന് പൈസ വേണ്ട, എനിക്ക് 2 മക്കളുണ്ട്, അതിൽ 2 മക്കളുണ്ട്, അല്ല 3 പേരുടെയും കല്യാണം നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, അത് സമയമുണ്ട് ചോദിച്ചു. ഇനി എപ്പോഴാ അച്ഛൻ സമയം? ഒരാൾക്ക് 44, ഒരാൾക്ക് 40, ഒരാൾക്ക് 38 ആയെന്ന് പറഞ്ഞു. ഇനി എപ്പോഴാണ് സമയം? ഞാൻ പറഞ്ഞു, അത്രയായോ? ഞാൻ പറഞ്ഞു, ഓക്കെ. ഞാൻ പറഞ്ഞു, സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു, കടബാധ്യത ഒന്നുമില്ല ചേട്ടന്, പക്ഷേ കയ്യിൽ പൈസ ഇല്ല, ഇഷ്ടംപോലെ സ്വത്തുമുണ്ട്, മക്കളുടെ കല്യാണം നടക്കണില്ല, ഒരു വീട് പണിയാൻ നോക്കിയിട്ട് പഴയ ഒരു വീടാണ്, അതൊന്ന് പൊളിച്ച് പണിയാനും പറ്റണില്ല, അത് കുറച്ച് മണ്ണ്, കുറച്ച് കല്ല് ഇതെല്ലാമായിട്ട് വെഞ്ചരിക്കാൻ കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഇവിടെ സഹോദരങ്ങൾ, ഞാൻ കുറച്ച് സമയം പ്രാർത്ഥിച്ച് ആ ചേട്ടൻ ശിരസ്തി കൈവച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ ചേട്ടൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ അപ്പൻ്റെ ബിസിനസ് എന്താണെന്ന് ചോദിച്ചു. അപ്പം അപ്പൻ കഠിനൊരു ബ്ലേഡ് കഴുത്തിറക്കുന്ന ബ്ലേഡ്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനത്തെ വല്ല പലിശ മേടിക്കുന്ന വല്ലവരാണോ? സ്വർണ്ണപ്പണയം മേടിക്കുന്ന ആളാണ്, സ്വർണ്ണപ്പണയം മേടിക്കുന്ന ആൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, ചേട്ടാ കാറിക്കൂവിട്ട് കാര്യമില്ല, ഇതാണ് എൻ്റെ പ്രശ്നം, ഇതാണ് പ്രശ്നം. നോക്ക്, അതാ ഞാൻ പറഞ്ഞത്, ഞാനോ നിങ്ങളോ ചെയ്യുന്ന പ്രവൃത്തികളുടെ പ്രത്യാഘാതം. ഇന്ന് നോക്ക്, ആ മനുഷ്യൻ എന്നിട്ട് ആ ചേട്ടൻ പറയാണ്, വളരെയേറെ കഷ്ടപ്പെട്ടാണ് എൻ്റെ അപ്പൻ ഇതെല്ലാം ഉണ്ടാക്കിയത്, എന്നിട്ട് എനിക്കെല്ലാം മരിക്കാൻ നേരത്ത് പറഞ്ഞു, നിനക്ക് ഇഷ്ടം പോലെ സ്വത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നീ സന്തോഷിച്ച് ജീവിച്ചോളാൻ പറഞ്ഞ് അപ്പം മരിച്ചു. അപ്പൻ്റെ മരണം ഭയങ്കര ദുരൂഹതയായിരുന്നു, അതൊക്കെ ആ ചേട്ടൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അപ്പൻ അനുഗ്രഹിച്ച് മരിച്ചു. പക്ഷേ അതിൽ നിന്ന് ഒരു ചില്ലി പൈസ എടുത്ത് ചിലവാക്കാൻ പറ്റാത്ത വിധത്തിൽ സ്വത്ത് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നു, ചിലവാക്കാൻ പറ്റണില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ഇതാ ഞാൻ പറഞ്ഞത്, അധർമ്മി തന്റെ അധർമ്മം ഉപേക്ഷിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേൾക്കാൻ ചെവിയുള്ളവരെ നിങ്ങൾ കേൾക്കട്ടെ. ഇതാണ് പ്രവാചകന്മാർ പറഞ്ഞത്. ഇന്നും നിങ്ങളോട് പറയുന്നത് ഇത് തന്നെയാ. അതുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും സ്വർഗത്തിൽ അത് രേഖപ്പെടുത്തും. നന്മയാണെങ്കിൽ നന്മയ്ക്ക് സ്ഥലത്ത് ആ ഒരു ബുക്കിൽ അത് രേഖപ്പെടുത്തും, തിന്മയാണെങ്കിൽ തിന്മയുടെ സ്ഥലത്തും. ഇതെല്ലാം കൂട്ടിവെച്ച് അവസാനം കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ നിന്റെ കുടുംബത്തിലേക്ക് തകർച്ചയും ബന്ധനങ്ങളും കെട്ടുകളും എല്ലാം കൊണ്ട് വന്നിട്ട്, കർത്താവേ ഇനി ഞാൻ എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് കൺവെൻഷൻ ബന്ധത്തിലേക്ക് ഓടിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്, നീ അധർമ്മം ഉപേക്ഷിച്ച് എന്നിലേക്ക് തിരിച്ചു വരിക. അതുകൊണ്ട് ജോയൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്, വസ്ത്രമല്ല. ഹല്ലേലൂയ. ജോയൽ പ്രവാചക പുസ്തകം എത്രയാ? അതിൽ 2-ാം അധ്യായം 13-ാമത്തെ തിരുവചനം, ജോയൽ 2:13. നിങ്ങളുടെ ഹൃദയമാണ്, വസ്ത്രമല്ല. ഹല്ലേലൂയ. വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയം കീറണം, ഹൃദയം നുറുങ്ങി വിളിക്കണം, കർത്താവേ തെറ്റുപറ്റി.
അപ്പോൾ ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസന്നനുമായ കർത്താവ് നിന്നിൽ നിന്നും ആ ക്രോധത്തിന്റെ കരം പിൻവലിച്ചിട്ട് അഭിഷേകത്തിന്റെ കരം നിന്റെ മേൽ നീട്ടും. അതാണ് അഭിഷേകാഗ്നി. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ കരം. അല്ലാതെ കർത്താവ് അനുഗ്രഹിക്കുന്നില്ലല്ലോ. എൻ്റെ കുടുംബത്തെ മാത്രം കർത്താവ് തെരഞ്ഞെടുത്തെന്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് സഹനം തരുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് ഉള്ള സംഭവം ഇതാ. എൻ്റെ കുടുംബത്തിന് മാത്രം സഹനം, എൻ്റെ കുടുംബത്തിന് മാത്രം വേദന, എൻ്റെ കുടുംബത്തിന് മാത്രം കടബാധ്യത, എൻ്റെ കുടുംബത്തിന് മാത്രം മക്കൾക്ക് ജോലിയില്ല, എൻ്റെ കുടുംബത്തിന് മാത്രം കുട്ടികൾ ഉണ്ടാകണില്ല, എൻ്റെ കുടുംബത്തിന് മാത്രം കുട്ടികൾ കല്യാണം നടക്കണില്ല. അപ്പോൾ ചിന്തിക്കണം, പ്രിയ സഹോദരങ്ങളെ, കുടുംബം ഒന്നടങ്കം വന്നിട്ട് ചങ്കുപൊട്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. എൻ്റെ അപ്പൂപ്പനമ്മമാർ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരമായി ഇതാ കർത്താവ് നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. പരിഹാരം ചെയ്ത് മുട്ടയിലഴിഞ്ഞ് പ്രാർത്ഥിക്കുക, ഹൃദയം നുറുങ്ങി വിളിക്കുക. അല്ലാതെ അഹങ്കാരത്തോടെ കസാര വന്നിരുന്ന് എന്നിട്ട് 9 മണിയാകുമ്പോൾ ഇവിടുന്ന് മൂടുന്നിട്ട് എഴുന്നേറ്റ് പോയാൽ ദൈവം അനുഗ്രഹിക്കുന്നു വിചാരിക്കേണ്ട. അവരും പറയുന്നത് കേട്ടിട്ട് തുള്ളിച്ചാടി സഭയ്ക്കെതിരെയും മെത്രാമാർക്കെതിരെയും അല്ലെങ്കിൽ വൈദികർക്കെതിരെയും സിസ്റ്റേഴ്സിനെതിരെയും ഒക്കെ സംസാരിച്ചു നടക്കുമ്പോൾ ഓർക്കണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മത്തായിയുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായം അതിൽ 8-ാമത്തെ വാക്യം വായിക്കാം. മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഇനി 10-ാമത്തെ വചനം. വൃക്ഷങ്ങളുടെ വേരിന് കോടായി വെച്ച് കഴിഞ്ഞു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ഹല്ലേലൂയ. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ നോക്ക്, കർത്താവ് പറയാണ് മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരപ്പെടുവിൻ. വീണ്ടും പറയാണ് മാനസാന്തരത്തിന് യോജിച്ച പ്രവൃത്തികൾ ചെയ്യുവിൻ. എന്നിട്ട് വീണ്ടും കർത്താവ് പറയാണ്, ഇതൊന്നും ചെയ്തിരുന്നില്ലെങ്കിൽ, നീ നിന്റെ പാപം ഉപേക്ഷിച്ച് നീ അനുരഞ്ജനപ്പെട്ട് ദൈവസന്നിധിയിൽ വന്ന് നിന്റെ കുറവുകളും വില ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ ഓർത്തോ, വൃക്ഷത്തിന്റെ വേരിന് തന്നെ കോടാലി വെച്ച് കഴിഞ്ഞു. നല്ല ഫലം കായ്ച്ചില്ലെങ്കിൽ കോടാലി വെച്ച് കഴിഞ്ഞു, അത് കടപഴകി താഴത്തേക്ക് വീഴും. വീണ് കഴിഞ്ഞാൽ പിന്നെ മരത്തിന് വീണ്ടും കൊണ്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റില്ല. ആ മരം അത് തീർന്നു. അത് പിന്നെ വിറകിന് കൊള്ളാം. അത്രേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് നഷ്ടപ്പെട്ട് അശുദ്ധിയിൽ പോയി കഴിഞ്ഞാൽ അത് സാത്താൻ അതിന്റെ വേരിന് കോടാലി വെച്ചിട്ട് അത് കടപഴകി വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളുകയില്ല, വിറകിന് മാത്രം. അതാണ് മനുഷ്യന്റെ സ്ഥിതി. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വചനത്തിൽ കാണുന്നെല്ലാം ഇപ്രകാരമാണ്. എല്ലാം ഈശോയ്ക്ക് മുമ്പ് ഈശോയ്ക്ക് വഴി ഒരുക്കാമെന്ന സ്നാപയോഹന്നാൻ പ്രസംഗിച്ചത് തന്നെയാണ്. വൃക്ഷത്തിന് വേരിന് കോടാലി വെച്ചിരിക്കുന്നു, വേരിന് കോടാലി വെച്ചിരിക്കുന്നു. അതന്നെ പറഞ്ഞത് എന്താ? മാനസാന്തരപ്പെടുവിൻ. പഴയ നിയമത്തിലെ വചനങ്ങൾ അത് യേശയ്യ, ജെറമ്യ, എസെക്കിയേൽ, ദാനിയേൽ, ജോയൽ, മലാക്കി, ഹോസിയ, ആമോസ്, മിക്ക, ഈ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. അവരെല്ലാം പറഞ്ഞെങ്ങനെയാണ്? ജനം ദൈവത്തിലേക്ക് തിരിയട്ടെ, അവർ അധർമ്മം ഉപേക്ഷിക്കട്ടെ, മാനസാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. ഞാൻ പറയണ്ട, ഈ മണിക്കൂറുകളോളം നിങ്ങൾ വായിക്കുന്ന വചനം എടുത്തു വായിക്കുക. പഴയ നിയമം പുതിയ നിയമവും എടുത്തു വായിക്ക്. യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രസംഗിച്ച പത്രോസ്ലീഹായോട് ജനം കരഞ്ഞുകൊണ്ട് വന്ന് ചോദിച്ചു, പത്രോസ്ലീഹായെ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ പറഞ്ഞു, അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതാണ് പത്രോസ്ലീഹ കൊടുത്ത വാഗ്ദാനം. പൗലോസ് അടുത്ത് പറഞ്ഞു, അപ്പോൾ പറഞ്ഞു, അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, യേശു ക്രിസ്തുവിനെ ജീവനും നാഥനുമായി സ്വീകരിക്കുക. അത് സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നീ അനുതപിക്കണം. അനുതപിച്ച് സുവിശേഷം ജീവിക്കണം. എല്ലായിടത്തും പ്രവാചകന്മാർ തൊട്ട് യേശു ക്രിസ്തുവിന്റെ ജീവിതം തൊട്ട് പിന്നീട് യേശു ക്രിസ്തുവിന് ശേഷം യേശു ക്രിസ്തുവിന്റെ ചൈതന്യം അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിച്ച അപ്പസ്തോലന്മാരും പ്രസംഗിച്ച ഇതേ പ്രസംഗമാണ്, മാനസാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. പറഞ്ഞ പല്ലകനം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. അനുതാപമില്ലാതെ, മാനസാന്തരമില്ലാതെ, പാപം ഉപേക്ഷിക്കാതെ ഒരു വിടുതലില്ല. ഏത് സ്ഥലത്ത് നിങ്ങൾ കർത്താവായ ഈശോ മിശിഹ പെടഞ്ഞു മരിച്ച, അതായത് ഗാഗുൽത്ത മലയിൽ പോയി തലയും കുത്തി മറിഞ്ഞു നിന്ന് കുരിശിന് വഴി ചെല്ലിയാലും നിന്റെ ഹൃദയത്തിൽ നിന്ന് പാപത്തെ പറിച്ചു മാറ്റാതെ വിടുതലില്ല. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.
പ്രിയപ്പെട്ട, നിങ്ങൾക്ക് പണം ഉണ്ടായിരിക്കാം. അതായത് വിശുദ്ധ നാടുകൾ മുഴുവൻ സകല വിശുദ്ധന്മാരുടെയും കല്ലറകളിലും സകല വിശുദ്ധന്മാരുടെയും പാദസ്പർശനമേറ്റ മണ്ണിലും പോയി തല കുത്തി മറിഞ്ഞ് അവിടെ നിലം പറ്റ ചുംബിച്ചാലും പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന മ്ലേച്ഛതയും അശുദ്ധിയും അധർമ്മവും എല്ലാം കഴുകി വിശദീകരിക്കാതെ നിനക്കും നിന്റെ കുടുംബത്തിനും വിടുതലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരിവര് പറയുന്നത് കേട്ട് തുള്ളിച്ചാടി നിൽക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കി ഇത്ര കാലം ഇന്ന് നമ്മൾ തിരുസഭയ്ക്കെതിരെ സംസാരിക്കുന്നു, വൈദികർക്കെതിരെ സംസാരിക്കുന്നു, കുടുംബങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, അതുപോലെ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ തിരുവചനത്തിനെതിരെ സംസാരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംസാരം നടത്തുമ്പോൾ ചിന്തിച്ചു നോക്ക്, ഇന്ന് ജനം വിടുതൽ പ്രാപിച്ചിട്ടുള്ളത് ഈ ക്രിസ്തീയതയിലൂടെയാണ്, ഈ വചനത്തിലൂടെയാണ് മാത്രം. എത്രയോ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടി, എത്രയോ പേർ രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൺവെൻഷൻ നിങ്ങൾ നാളെ, ഇത് 2ാമത്തെ ദിവസമാണ്. തുടർന്ന് നമ്മൾ കൂടുമ്പോൾ നിങ്ങളുടെ ഹൃദയം പരിശോധിക്കണം. ഹൃദയത്തിലെ ആ കുമിഞ്ഞു കൂടിയിരിക്കുന്ന അശുദ്ധിയും മ്ലേച്ഛതയും അതെന്ത് തന്നെ ആകട്ടെ, അത് ഉപേക്ഷിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാതെ രക്ഷയില്ല. ഹല്ലേലൂയ. യേശു പ്രസംഗിച്ചത് എങ്ങനെയാ? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാമത്തെ തിരുലിഖിതം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം ഉറക്കെ വായിക്കുക. അപ്പോൾ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ. കർത്താവ് സംസാരിച്ചത് തന്നെയാണ്. ഞാൻ പറഞ്ഞു, പ്രവാചകന്മാർ യേശു ക്രിസ്തു സംസാരിച്ചത് തന്നെയാണ്. എന്താ സംസാരിച്ചത്? മാനസാന്തരപ്പെടുവിൻ. വേറൊന്നും കർത്താവ് പറഞ്ഞില്ല, വേറൊന്നും പറഞ്ഞില്ല. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ട് തന്റെ പരസ്യ ജീവിതം ആരംഭിച്ച് സുവിശേഷം പ്രസംഗിക്കുവാനായി ഈശോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈശോ സംസാരിച്ച വാക്കുകൾ ഇതാണ്: മാനസാന്തരപ്പെടുവിൻ. അത് സംസാരിച്ചു. എന്നിട്ടും ഈശോ മാനസാന്തരപ്പെടാത്ത ഒരു പട്ടണത്തെക്കുറിച്ച് കർത്താവ് വേറെ സംഭവം പറയുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്തെന്നറിയാവോ? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ ഇതിലേക്ക് വായിക്കാം. യേശു കൂടുതൽ അത്ഭുതം പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? കെറാസിൻ, ബെത്സയിദ, നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ട് ചാക്കൊടുത്ത് ചാരം പൂശി വിധി ദിനത്തിൽ ടയറിനും സീദോനിനും നിങ്ങളെക്കാൾ ഞാൻ നിങ്ങളോട് പറയുന്ന കവർനാമേ, നീ സ്വർഗം വരെ പാതാളം വരെ നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചതെങ്കിൽ അത് ഇന്നും ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോമിന്റെ സ്ഥിതി നിന്റേതിനേക്കാൾ. യേശു ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിമാന്മാരിലും വിവേകളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ്, പിതാവിനല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാനിരിക്കുന്നോ അവന് മാത്രം പിതാവിനെ അറിയുന്നു. അത്ര മതി. ഹല്ലേലൂയ. മനസ്സുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആ വചനം താഴത്തേക്ക് കൂടുതൽ വായിച്ച് ഇത് തന്നെ പറയുന്നത്. ഈശോ പറയാണ്, ഈശോ പ്രസംഗിച്ച് നടന്നപ്പോ പറയാണ്, കെറാസീൻ, ബെത്സയിദ, നിനക്ക് ദുരിതം. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ടയർ, സീദോൻ സംഭവിച്ചു. അവരെത്ര പണ്ട് ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. ചിലപ്പോൾ ഈ ദേശത്ത് നോക്കി കർത്താവ് അങ്ങനെ പറയും. ഇവിടെ എത്രയോ പേര്, ഞാൻ പറഞ്ഞ 100 പേർക്ക് മുകളിൽ മക്കളുണ്ടായി, 100 പേർക്ക് മുകളിൽ മക്കളുണ്ടായി. അനേക ക്യാൻസർ രോഗികൾ സുഖപ്പെട്ടു, അനേകരുടെ മേൽ മദ്യപാനം ഉപേക്ഷിച്ചു, അനേകർ വചനം കേട്ട് വിശുദ്ധി പ്രാപിച്ചു. എന്നിട്ട് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും ജനം ഇന്നും അവർ നടക്കണം. അവർ പാരമ്പര്യം, കുടുംബം, മഹിമ, താഴത്തേക്ക് ഇറങ്ങാൻ നിഷ്കളങ്കത എന്നൊരു സംഭവമില്ല. കർത്താവ് പറഞ്ഞെന്താ? കൊച്ചു ശിശുക്കളുടെ മനോഭാവത്തോടെ പ്രാർത്ഥിക്കാൻ. അതില്ല. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇന്ന കുടുംബക്കാര് അവിടെ പിടിച്ചോണ്ടിരുന്നോ? എൻ്റെ കുടുംബം മെത്രാനുള്ളതാണ്. മാർപ്പാപ്പ ഉണ്ടായാലും കാര്യമില്ല. മാർപ്പാപ്പ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായാലും കാര്യമില്ല. നിന്റെ ഹൃദയത്തിൽ മാനസാന്തരം മാർപ്പാപ്പ ഉണ്ടായിട്ട് കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൽ ഭയങ്കര വലിയ സംഭവം ഉണ്ടായിരുന്നു. അപ്പന്മാർ, അച്ഛന്മാരുടെ കുടുംബം, ഒരു കാര്യമില്ല. നീ മാനസാന്തരപ്പെട്ടോ നിനക്ക് കൊള്ളാം. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ടോ നിനക്ക് കൊള്ളാം. ഹല്ലേലൂയ. മരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും?
എന്താ ഇന്ന കുടുംബത്തിലെ ആദരാഞ്ജലികൾ എഴുതി വെക്കും, അത് കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകും, അത് പിന്നെ മാഞ്ഞു പോകും, പത്രം പോലും ഉണ്ടാവുകയില്ല. പക്ഷേ നന്മ പ്രവർത്തിച്ച് സ്നേഹസമ്പന്നനായ വിശുദ്ധിയുള്ള ഒരാൾ ഇതാ കിടക്കണ് മരിച്ച്, അവൻ്റെ ശരീരത്തിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മന അഭിഷേകം അപ്പം പുറപ്പെടാൻ തുടങ്ങും. ആണ് വിശുദ്ധർ. ഹല്ലേലൂയ. തങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത വിശുദ്ധർ. ഹല്ലേലൂയ. അതാണ് കർത്താവ് ഒരു ക്രൈസ്തവൻ ആഗ്രഹിക്കുക. മാനസാന്തരത്തിന് ബലം പ്രകടിപ്പിച്ച് ഈ ലോകത്തിൻ്റെ ആധിപത്യങ്ങൾ ഉപേക്ഷിച്ച് വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗ്ഗഭോഗം, മദ്യപാനം, മ്ലേച്ഛത, അശുദ്ധി, കൊലപാതകം, അപോഷൻ, അതുപോലെ പരസംഗം, അല്ലെങ്കിൽ അതുപോലെയുള്ള പല പ്രവർത്തികൾ, അതുപോലെ നാവിൻ ദുരുപയോഗം, കുറ്റം പറച്ചിൽ, വിധി, അഹങ്കാരം, കോപം, വിദ്വേഷം, ഇതെല്ലാം നിറഞ്ഞ് ഈ സമൂഹം മുഴുവൻ പിശാചിനാൽ എന്താ നീരാളി എന്ന് പറയുന്ന പോലെ പിടിച്ച് കുരുക്കി ഒരു ബോൾ പോലെ ആയിരിക്കും എല്ലാവരും. ഹല്ലേലൂയ. മനസ്സോർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇത്രയും ധ്യാനം കൂടി, ഈ 21 കൺവെൻഷൻ കൂടിയിട്ടും ഇന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ കൺവെൻഷൻ പന്തലിലേക്ക് കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന അമ്മമാരുണ്ട്. എന്തിനാ കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് വന്നത്? ഒന്നെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ ഭർത്താവിന് മദ്യപാനം, അല്ലെങ്കിൽ മക്കളുടെ മദ്യപാനം. ഇനി എവിടെ ചെന്ന് മദ്യം കഴിച്ച് തകണം തരിപ്പണമായ കുടുംബം. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. മദ്യം കഴിച്ച് തകണം തരിപ്പണമായ കുടുംബം കൊണ്ടല്ല ഹല്ലേലൂയ പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിലപ്പോൾ സിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു സംഭവം ഞാൻ ഓർക്കാണ്. മദ്യം കഴിച്ചിട്ട് വന്നിട്ട് രാത്രി ഇറങ്ങി ഒരൊറ്റ ഓട്ടമാണ്. ഉടനെ ഞങ്ങളെല്ലാം കൂടെ പുറകെ ഓടിച്ചെന്നു. ആ ചേട്ടൻ ഓടിച്ചെന്ന് അവിടെ പള്ളിയുടെ, നമ്മുടെ ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, ഫൊറനാ പള്ളി, അതിന് സെമിത്തേരി പോയി ചാടി. ആ കാല് പൊട്ടിയിട്ട് ഇത്രയും കീറി. ചേട്ടാ ആശുപത്രി പോകാന്ന് പറഞ്ഞു. കുഴപ്പമില്ല. പിടിച്ച് മോളി കയറ്റി കൈ പിടിച്ച് ഒറ്റ ഓട്ടം. സെൻറ്റ് ജോസഫ് എന്ന് പറഞ്ഞ നമുക്കവിടെ ഒരു കെട്ടിടമുണ്ട്, സെൻറ്റ് ജോസഫ്, അതിന് മോളിൽ കയറി. മോളിൽ കയറിയിട്ട് ചേട്ടൻ പറയാണ്, ഇങ്ങോട്ട് വരരുത്, ഞാനിപ്പോൾ ചാടും എന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് കയറി വന്ന് ചാടും. ഞാൻ പറഞ്ഞു, ചേട്ടാ ചാടരുത് ചാടരുത്. ആ ചേട്ടൻ പറയാണ്, എന്നോട് ചോദിക്കാണ്, അതേ എവിടുന്ന് ഒപ്പിച്ചു എന്ന് ചോദിച്ചു. ഞാൻ ഉടുപ്പിട്ടാണ്, ഈ സാധനം എവിടുന്ന് ഒപ്പിച്ചെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, അതുപോലെ മനസ്സും ഹൃദയം നശിച്ച് ഞാൻ ഓർക്കാണ്. പിന്നീട് ആ സഹോദരനെ അവിടെ നിന്ന് പിടിച്ചു കെട്ടി കൊണ്ടുപോയൊരു സംഭവം, ഭ്രാന്തായി. അപ്പം അതുപോലെ ഞാൻ പറഞ്ഞു, അത് ഒരു ചെറിയ ഉദാഹരണം, ഞാനിത് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല. ഞാൻ പറഞ്ഞു, അതുപോലെ കണ്ണുനീരോടെ ഇങ്ങനെ കണ്ണീര് വീഴിച്ച് മരിക്കുന്ന ആ സഹോദരൻ മാനസാന്തരപ്പെടാതെ മരിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അമ്മ വീഴിച്ച കണ്ണുനീര് ആരുത്തരം കൊടുക്കും? ആ മക്കൾ വീഴിച്ച കണ്ണുനീര് ആരുത്തരം കൊടുക്കും? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മദ്യപാനികളെ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ആണെങ്കിൽ, നീ ചിലപ്പോൾ നോക്ക്, ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് ഭാര്യയ്ക്ക് ശരിക്കും നേരിട്ടറിയാം വേറൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ട്. ഇതോർത്ത് കണ്ണീരോടെ കരഞ്ഞു വന്ന് ഈ ബന്ധത്തിൽ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഭർത്താവിൻ്റെ എതിരെ വീഴ്ച കണ്ണുനീരാ ഉത്തരം പറയും? പറ. അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഞാൻ ഈ ബ്ലേഡിൽ പൈസ എടുത്തു, കടം വന്നിട്ട് എടുത്തതാണ്, ഇനി എനിക്ക് തിരിച്ചടയ്ക്കാനില്ല. അടുത്ത നിമിഷം എൻ്റെ സ്വത്തും പണവും എൻ്റെ ജീവിതം എല്ലാം ഈ ബ്ലേഡുകാരെ കൊണ്ടുപോകും എന്ന് ഓർത്ത് കുടുംബം മുഴുവൻ ഒന്നിറങ്ങി കണ്ണുനീർ വീഴ്ചാൽ ആ കണ്ണുനീര് ആരുത്തരം പറയും? ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ കാലഘട്ടം കൊണ്ട് അത് തീർന്നെന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ബർഖറാസി, നിനക്ക് ദുരിതം, നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ അത് ടയറിലും സീതോളിൽ നടന്നിരുന്നെങ്കിൽ അത് എത്ര പണ്ട് ചാക്കൊടുത്ത് ചാരം പൂശാൻ അനുദപിക്കുമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 15-ാമത്തെ തിരുലിഖിതം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 15-ാമത്തെ തിരുലിഖിതം വായിക്ക്. അവർ കണ്ണുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കേട്ടു, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ, ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു, ചെവിയുടെ കേൾവി, കണ്ണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഇത്ര മാത്രം പറഞ്ഞിട്ടും അവർ കണ്ണുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കേട്ടു, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുക ചെയ്യാൻ അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി. ഇവിടെ ഇരുത്തി വചനം പറയുന്നുണ്ട്, അവരുടെ ചെവി അടഞ്ഞിരിക്കുക.
ചെവി അടച്ചു വെച്ചിരിക്കുക. എത്ര പറഞ്ഞിട്ടും എല്ലാം കേട്ടിട്ടും ജനം പിന്നെ നടക്കാണ്. അവരുടെ ഹൃദയം അത്രമാത്രം കഠിനമായി പോയി. എത്രമാത്രം പറഞ്ഞാലും എത്രമാത്രം കേട്ടാലും. ഇന്ന് പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ ഓർക്കാണ്, ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ കൂടിയിട്ട് 10 വർഷം ആറായി. അനേക കൺവെൻഷനിലൂടെ പങ്കുചേർന്ന് പോയിട്ടുണ്ട്. അനേകം കൺവെൻഷനിൽ അച്ഛനൊപ്പം പോയി. അവിടെ ആളുകളെ കണ്ടും കേട്ടും പ്രാർത്ഥിച്ചു. അതുപോലെ അച്ഛൻ തന്നെ അയച്ച് കൺവെൻഷനിൽ പോയിട്ടുണ്ട്. ചിലപ്പോൾ 1 ദിവസം, ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ 3 ദിവസം, അങ്ങനെയൊക്കെ കൺവെൻഷൻ പോയി വചനം പ്രഘോഷിക്കും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനത്തിനോട് പറയും, മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവകൃപയൊഴുകാൻ മാനസാന്തരപ്പെടുവിൻ. അതല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയും. എന്നിട്ട് ജനത്തിന് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കാണ്, ഇത്രയും വലിയൊരു പ്രളയം നമുക്ക് ജീവിതത്തിൽ ഒരാൾക്കും ഇതുപോലൊരു സംഭവം ഇതുവരെ ഓർമ്മയിലില്ല. പ്രകൃതിക്കല്ല. ഈ വർഷം നോക്ക്, ഈ ഇവിടെയൊക്കെ തണുപ്പ്, അട്ടപ്പാടിലൊക്കെ കിടുങ്ങി. ഹല്ലേലൂയ. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഭയങ്കര തണുപ്പായിട്ട് നടപ്പുണ്ട്, അട്ടപ്പാടി കിടുകിടാൻ പറയും. 3 മണിക്ക് എഴുന്നേറ്റ് ഞാനിങ്ങനെ ഇരിക്കുക. തണുപ്പ് കൊണ്ട് ഉറങ്ങാനും പറ്റില്ല, കിടക്കാൻ പറ്റില്ല. സകല കരിമ്പടോട്ട് പതിച്ചിട്ട് വീണ്ടും തണുപ്പാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്തൊക്കെയോ ഒരു ഇത് വരുന്നുണ്ട്. പ്രകൃതി തന്നെ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ആ മൂന്നാറിൻ്റെ ചിത്രമൊക്കെ നോക്ക്. നമ്മൾ വിചാരിക്കും ഇത് അമേരിക്കയാണോ എന്ന്. അമേരിക്കയല്ല, മൂന്നാറാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഞ്ഞ് വന്ന് മൂടിക്കിടക്കാണ്. അമേരിക്കയിലൊക്കെ മഞ്ഞ് വീണ കുഴപ്പമില്ല, അവിടെ അതൊക്കെ ചൂടാക്കാനുള്ള സൗകര്യം. ഇവിടെ എവിടെ ചൂടാക്കാൻ? ആളുകൾ തണുത്ത് ഇറങ്ങി ഇങ്ങനെ മരച്ചിരിക്കും. പാവപ്പെട്ട ആളുകളൊക്കെ മഞ്ഞിനെ തടിപ്പെട്ടിട്ടുണ്ടാവും. ഇനിയറിയാം, ഒരു പൈപ്പ് തുറന്നു വരുമ്പോൾ ആ പൈപ്പിനകത്ത് നിന്ന് വെള്ളത്താണ് ഓരോ ഐസ്, നിങ്ങളത് കണ്ടോന്ന് അറിയത്തില്ല, ഓരോ ഐസ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് ചാടിക്കൊണ്ട് ഒരു ഇത്രയും നീളമുള്ള പൈപ്പ് പോലെ. അതെവിടെയാണ്? മൂന്നാറിലെ വെള്ളമാണ്. ഹല്ലേലൂയ. മൈനസ് അതിൻ്റെ താഴത്തേക്കായി പോയി തണുപ്പ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയാം, നോക്ക്, കർത്താവ് ഓരോ സ്ഥലത്ത് ഓരോന്ന് പറഞ്ഞു. വെള്ളം പൊക്കം നൽകി, ഇനി ശൈത്യം നൽകി. അതൊരു ഇതൊക്കെ കർത്താവിന് പ്രവൃത്തിയാണ്, അതിശക്തമായ ശക്തിയും. ഇനി നോക്ക്, ഈ ശൈത്യം മാറി ഇനി ഏപ്രിൽ മെയ് വരാൻ പോവാണ്. ഉരുകിത്തീരും. സകല കാശുള്ളവരെല്ലാം അന്ന് ഇലക്ട്രോണിക്സ് കടയിലെ AC വേണ്ടി പോകും. AC പുറത്തേക്ക് ചൂടുകളിലും പുറത്തിരുന്ന ആളുകൾ അതുകൊണ്ട് വേർത്ത് വിളിക്കും. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വരും. നമുക്ക് പ്രകൃതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനത്തിൻ്റെ മേൽ കർത്താവ് ഓരോ ക്രോധം അയച്ചുകൊണ്ടിരുന്നിട്ടും എന്നിട്ട് ജനത്തിന് മാനസാന്തരമില്ല. എന്നിട്ട് ജനത്തിന് തിരിച്ചറിയുന്നില്ല. വെള്ളപ്പൊക്കം ഉണ്ടായാലും തണുപ്പുണ്ടായാലും അതുപോലെ തന്നെ ചൂടുണ്ടായാലും ഈ ഭൂമി കത്തി നശിച്ചാലും അങ്ങ് ചുവന്ന് മാറിക്കഴിഞ്ഞു. നോക്ക്, അമേരിക്കയിൽ തീമഴ പെയ്തു, എന്നിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം നമ്മൾ മീഡിയയിലൂടെ ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം തന്നെ നമ്മൾ അറിയും. സുനാമി ഉണ്ടായി, എന്നിട്ടും മനസ്സിലായിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് വചനത്തിൽ പറഞ്ഞതുപോലെ ഇതാ കർത്താവ് ഈ ഭൂമിയെ വിധിക്കാൻ വരുന്നതാണെന്ന് പറയാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് പ്രവചിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നിട്ടും ജനത്തിന് മാനസാന്തരമില്ല. അവർ കണ്ണുകൊണ്ട് കണ്ടു, കാത് കൊണ്ട് കേട്ടു, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി, മാനസാന്തരപ്പെടുകയും ചെയ്തു. അസാധ്യമാകുവാറ് എന്നോട് വായിച്ചേ, മത്തായി 13:15. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ടു, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി, മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളുടെ കണ്ണ് കാതും തുറക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ഒന്ന് ചെഞ്ചോട് കൈ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ചോദിക്കണം, ഇന്ന് ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ ശരിക്കും നല്ല ഹൃദയത്തോടുകൂടെ, നല്ല പക്ക പ്യൂറായ ഹൃദയത്തോടുകൂടെ എനിക്ക് വചനം കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതോ ഞാൻ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ ആത്മവഞ്ചകരാണോ? അശുദ്ധിയും മ്ലേച്ഛതയും കപടതയും ധാർഷ്ട്യവും അഹങ്കാരവും ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികളും ചെയ്ത് ജീവിക്കുന്നവരാണ് ഞാൻ. മറ്റുള്ളവരുടെ കണ്ണുനീരിന് വീഴിക്കാൻ ഞാൻ കാരണമാണോ? എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെ മക്കളെയും കണ്ണുനീര് വീഴിക്കാൻ ഞാൻ എൻ്റെ ജീവിതം കാരണമാക്കുന്നുണ്ടോ? അതോ അവർക്ക് സന്തോഷം കൊടുക്കാൻ ഞാൻ തയ്യാറാകുന്നുണ്ടോ? ഞാൻ അവർക്ക് സന്തോഷം കൊടുക്കുന്നെങ്കിൽ അഭിമാനിക്കാം. നിങ്ങൾ തുള്ളിച്ചാടിക്കോ.
ഞാനിതുവരെയും എൻ്റെ കർത്താവിൻ്റെ വചനം ലംഘിക്കാതെ നല്ല വിശുദ്ധിയോടെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ തുള്ളിച്ചാടിക്കോ, സ്വർഗത്തിൽ നിങ്ങൾക്കൊരു അല്ലെങ്കിൽ ഒരു സ്ഥാനം കർത്താവ് കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ശിശുക്കളെ പോലെ ആകാൻ കർത്താവ് പറയുന്നതിൻ്റെ കാര്യത്തിലേ ഉള്ളൂ. ഒരു ശിശുവിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ശിശുവിന് അറിയത്തില്ല നന്മ ഏതാ തിന്മ ഏതാണെന്ന്. ഒരാൾ വിളിച്ചാൽ അങ്ങോട്ട് പോകും, ആരെങ്കിലും വിളിച്ചാൽ ഇങ്ങോട്ട് പോകും, അവൻ അറിയത്തില്ല. ഈ ഇരിക്കുന്ന ആൾ ക്രൂരനാണോ പിള്ളേരെപ്പെടുത്ത കാരണമെന്ന് അറിയത്തില്ല. ഇന്ന് രാവിലെ ഇവിടെ 2 കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. ഒരു കുട്ടി അത് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ ചുമ്മാ കൈ കാണിച്ചത് എൻ്റെ കൂടെ പോകുന്നു, പിന്നെ എൻ്റെ അടുത്ത് പോകുന്നില്ല. ഹല്ലേലൂയ. അവിടെ ഇരിക്കുകയാണ്, നമ്മുടെ തോളെ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നു. അത് മനസ്സിലായി, എന്നെ ആദ്യമായിട്ട് കണ്ടതാണ്. ആര് വിളിച്ചാലും പോകും. അതാണ് കൊച്ചിനറിയത്തില്ല ഇത് അച്ഛൻ ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല വെള്ളത്തോണ്ട് അങ്ങോട്ട് പോകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പോൾ നമുക്ക് ആ കർത്താവ് പറഞ്ഞത് അവനോട് പറഞ്ഞ് തുള്ളിച്ചാട്. കൊച്ചുങ്ങളോട് പറയുകയാണ്, നീ പാട്ട് പാട്. നമുക്ക് ഒരാളുടെ മുമ്പിൽ നിന്ന് പാട്ട് പാടും, ആ കൊച്ചു പാട്ട് പാടും. നീ ഒരു ഡാൻസ് കളിക്കുക, അവൻ ഡാൻസ് കളിക്കും. ഒരു പാട്ട് വെച്ച് കൊടുത്താൽ അവൻ ഡാൻസ് കളിക്കും. അതേപോലെ നിങ്ങളോട് പറ ഡാൻസ്, നിങ്ങൾക്ക് അവിടെ ഡാൻസ് കളിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഹൃദയം കഠിനമായി. ഡാൻസ് കളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അത് കൊച്ചിന് നിഷ്കളങ്കതയാണത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്താ മത്തായി 18:3 സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഹല്ലേലൂയ. മാനസാന്തരമാണ് കർത്താവ് ആഗ്രഹിക്കുക. ഓരോ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത്, ഓരോ കൺവെൻഷനിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് അനുഗ്രഹം കൺവെൻഷനിലൂടെ ലഭിക്കും. ആ അനുഗ്രഹം ലഭിക്കാൻ തക്ക വിധത്തിൽ ജനം തങ്ങളുടെ പാപത്തെ ഓർത്ത് കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തിങ്കിലേക്ക് വരണം. തങ്ങളുടെ മ്ലേച്ഛതയും അശുദ്ധിയും തങ്ങളെ കീഴ്പ്പെടുത്തുന്ന ഈ ലോകത്തിന് അന്ധകാരത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് കർത്താവ് ഒരു കൺവെൻഷൻ കൊണ്ട് ആഗ്രഹിക്കുക. ഈ ദേശത്ത് ഇത്ര നാൾ നടമാടുന്ന അശുദ്ധിയുടെയും വഞ്ചനയുടെയും കപടതയുടെയും എല്ലാ തരത്തിലും അന്ധകാരത്തിൻ്റെയും പ്രവൃത്തികൾ ഉപേക്ഷിച്ച് ജനം മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ നാമത്തെ വിളിക്കണം. എൻ്റെ നാമം പേറുന്ന ജനം, എൻ്റെ നാമം പേറുന്ന ജനം എൻ്റെ നാമത്തെ അത് വിശുദ്ധിയോടുകൂടി വിളിക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്, 2 വള്ളത്തേൽ കാല് ചവിട്ടിയാൽ നിൽക്കാൻ പറ്റത്തില്ല. അശുദ്ധിയും വിശുദ്ധിയും ഒരുമിച്ച് പോവുകയില്ല, പാപവും നന്മയും ഒന്നിച്ചു പോവുകയില്ല. ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം, അല്ലെങ്കിൽ പിശാച് നിറഞ്ഞ ജീവിതം, ഇതേ പറ്റുള്ളൂ. അപ്പോൾ ഒരു വ്യക്തി ദൈവകൽപ്പന ലംഘിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നീ ചിന്തിച്ചാൽ മതി, ഞാൻ നയിക്കുന്ന ജീവിതം പിശാചിൻ്റെ ജീവിതമാണ്, അന്ധകാരത്തിൻ്റെ പ്രവൃത്തി, രാത്രിയിൽ ഇരുന്ന് ചെയ്ത പ്രവൃത്തി, അതാണ് അന്ധകാരത്തിൻ്റെ പ്രവൃത്തി. 4 പേര് കാണുക ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തി അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ഭൂമിയിൽ മുഴുവൻ അശുദ്ധിയുടെ പ്രവർത്തനമാണ്. അബോർഷൻ, കൊലപാതകം, രക്തച്ചൊരിച്ചിൽ, എന്താ പറയുക, ഈ ലോകത്തിൽ ഇന്ന് നടമാടുന്ന ദൈവനിഷേധ പ്രവർത്തികളാണ്, ദൈവവചന ലംഘനമാണ്. അതാണ് കർത്താവ് നിങ്ങളോട് പറയുക, ഇന്ന് നിങ്ങൾ അതിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് സന്നിധിയിൽ തിരികെ വരണം. മത്തായിയുടെ സുവിശേഷത്തിൽ അതിൽ 21-ാം അധ്യായം 31-32 തിരുലിഖിതങ്ങൾ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 31-32 തിരുലിഖിതങ്ങൾ. ഈ 2 പേരിൽ രണ്ടാമൻ യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ. എന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ സമീപിച്ചു, നിങ്ങൾ അവരെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും. ആ 2 പേര് ആരാണെന്നുള്ള സംഭവം നിങ്ങൾക്കറിയാം. മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാൻ പറഞ്ഞു മകനോട്. ഒരുത്തൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു, അവൻ പോയില്ല. മറ്റവൻ പറഞ്ഞു പോകില്ല എന്ന് പറഞ്ഞു, എന്നിട്ട് അവൻ പോയി. അതാണ് അതിൻ്റെ സംഭവം. അവൻ ചോദിക്കുകയാണ്, ഈ 2 പേര് ആരാണ്? ഈ 2 പേര് ആരാണ്? കർത്താവിന് ഇഷ്ടപ്പെട്ടവൻ, കർത്താവിൻ്റെ വാക്ക് പാലിച്ചവൻ. ഹല്ലേലൂയ.
അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളും പാപികളുമായിരിക്കും നിങ്ങളുടെ മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ നിങ്ങൾക്ക് വചനം പറഞ്ഞു തന്നു. യോഹന്നാൻ വന്ന് നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാത്ത വിധം അനുതപിച്ചില്ല. ഹല്ലേലൂയ. നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാൻ പറ്റുന്ന അനുതപിച്ചില്ല. അപ്പൊ ചുങ്കക്കാരും വേശ്യകളും അനുതപിച്ചു, പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കർത്താവ് എത്രയോ പറയും, നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം പാപം ചെയ്തു എന്നല്ല, മറിച്ച് എത്രമാത്രം നിങ്ങൾ വിശുദ്ധി പ്രാപിച്ചു എന്നുള്ളതാണ്. സെയിന്റ് മേരി ഓഫ് ഈജിപ്ത് എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട്. സെന്റ് മേരി ഓഫ് ഈജിപ്ത്, ഈജിപ്തിന്റെ വിശുദ്ധ. ഭാരതത്തിന്റെ അപ്പസ്തോലൻ ആരാന്ന് ചോദിച്ചാൽ തോമസ് ലീഗ നമ്മൾ പറയും. രണ്ടാമത്തെ അപ്പസ്തോലൻ ആണെന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ് സേവർ നമ്മൾ പറയും. ഈജിപ്തിന്റെ വിശുദ്ധ ആരാണെന്ന് അപ്പസ്തോലൻ ആരാണെന്ന് ചോദിച്ചാൽ പറയും സെയിന്റ് മേരി. പരിശുദ്ധ അമ്മയല്ല, മേരി എന്ന് പേര് സ്വീകരിച്ച ഒരു പെൺകുട്ടി. പക്ഷേ ഈ മേരി വിശുദ്ധയായിട്ടിന്ന് ആ മേരി എന്ന് പറയുന്ന വിശുദ്ധയുടെ കബറിടത്തിൽ അനേകായിരങ്ങൾ പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കുകയാണ്. പക്ഷേ ആ മേരിയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇങ്ങനെയൊരു സംഭവമുണ്ട്. ആ മേരി 2000 മേലെ പുരുഷന്മാരുമായിട്ട് വ്യഭിചാരം ചെയ്തു. 2000, 1 2 അല്ല, 2000. ഹല്ലേലൂയ. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ കർത്താവ് പറഞ്ഞത്, നിനക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യകളും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇതുപോലെ ഈ മേരി തൻ്റെ ജീവിതത്തിൽ പുരുഷന്മാരെ മാറി 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 പിന്നാലെ പോയി. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പോകുന്ന വഴി തെറ്റാണെന്ന് മനസ്സിലാക്കിയ ഈ മേരി പിന്നീട് ആ മ്ലേച്ഛതയും ആ മ്ലേച്ഛ പാപങ്ങളും ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ വഴിക്ക് പോയി. പിന്നെ പരിഹാരം, പ്രാർത്ഥന, കുരിശിൻ്റെ വഴി, ജപമാല, ഉപവാസം, ജാഗരണം, പട്ടിണി, ഇങ്ങനെ കർത്താവിനെ മാത്രം ധ്യാനിച്ച് തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് മരിക്കുന്നോടെ വരെയും ജീവിച്ചു. മരിക്കുന്നോടെ വരെയും പരിഹാര രൂപയിൽ ജീവിച്ച് നിഷ്കളങ്ക ഹൃദയത്തോടെ യേശുവെ വിളിക്കാൻ തുടങ്ങി, നിഷ്കളങ്ക ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മരിക്കുന്നതിന് മുമ്പ് തന്നെ ജനത്തിന് മേൽ ആ മേരിയിലൂടെ അഭിഷേകം ഒഴുകാൻ തുടങ്ങി. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, പിശാചുബാധ വിട്ടുമാറുന്നു. അങ്ങനെ അത്ഭുത അഭിഷേകം. തുടർന്ന് മരണശേഷം ആളുകൾ വന്ന് ആ കബറിടത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടുന്ന് അത്ഭുതം. അപ്പോൾ തിരുസഭ പ്രഖ്യാപിച്ചു ഈജിപ്ത് ദേശത്തിൻ്റെ അപ്പോസ്തോലയായിട്ട്. ഹല്ലേലൂയ. സെയിന്റ് മേരി ഓഫ് ഈജിപ്ത്. അച്ഛൻ പറഞ്ഞത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ അടിച്ചു നോക്ക്, സെയിന്റ് മേരി ഓഫ് ഈജിപ്ത് കിട്ടും, ബയോഗ്രാഫി. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നു? ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനസാന്തരത്തിന്റെ വഴിയാണ് കർത്താവിന് ആവശ്യം. നീ എന്തായിരിക്കുന്നു എന്നല്ല. ഇന്ന് നീ ചിലപ്പം പാപിയായിരിക്കാം, ഇന്ന് നീ മദ്യപാനിയായിരിക്കാം, ഇന്ന് നീ തഴക്ക ദോഷങ്ങളിൽ പിടിപെട്ടിട്ടുണ്ടാകാം. ചുമ്മാ ഒരു കൺവെൻഷൻ കൂടി എന്ന് വിചാരിച്ച് തഴക്കദോഷം മാറുകയല്ല, മദ്യപാനം മാറുകയല്ല. അവൻ തീവ്രമായി പ്രാർത്ഥിക്കണം, അനുദപിക്കണം, കുമ്പസാരക്കൂട്ടിൽ പോകണം. പിന്നീട് തൻ്റെ പാപത്തെ ഓർത്ത് അനുദപിച്ച് പരിഹാരം കൂടെ ചെയ്യണം. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നു? ഹല്ലേലൂയ. പഴയകാല വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവർ ചമ്മട്ടിയടിയേറ്റതും അവർ മുട്ട കുത്തി നിന്നതും മുള്ളരങ്ങാണ് വിട്ടതും മുള്ളിൻ്റെ മേലെ ഉരുണ്ടതും ദൈവകൃപ തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അശുദ്ധി കീഴ്പ്പെടുത്താതിരിക്കാൻ, ഒരു വചനം കേട്ടത് കൊണ്ടോ ഒരു കൺവെൻഷൻ കൂടിയത് കൊണ്ടോ അട്ടപ്പാടി മലയിൽ കയറി കലിക്കുരിശെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ ദൈവജനം വിടുതൽ പ്രാപിക്കുകയില്ല. തൻ്റെ ജീവിതത്തിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന, തന്നെ നശിപ്പിക്കാൻ നിലയുറപ്പിച്ചിരിക്കുന്ന ഈ ലോകത്തിന് അന്ധകാര ശക്തികൾ ഉപേക്ഷിക്കാതെ ദൈവമക്കളെ നീ വിടുതൽ പ്രാപിക്കുകയില്ല. അല്ലാതെ അവരെ ഇവരെയും കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. ഓരോരുത്തരും ചിന്തിക്കുക, എൻ്റെ ആത്മാവിൻ്റെ വിശദീകരണമാണ്. നിന്റെ ആത്മാവിൻ്റെ വിശദീകരണത്തിന് മറ്റൊരാൾ പ്രാർത്ഥിക്കാൻ ഉണ്ടാവുകയില്ല. മറ്റൊരാൾ നിന്നെക്കുറിച്ച് കൊണ്ടാകാനല്ല. ചിലപ്പോൾ പറയും നീ പോകുന്ന വഴി ശരിയല്ല. എനിക്കും അതേ പറയാൻ പറ്റുള്ളൂ. ശരിയല്ലെന്ന് ഞാൻ പറയും. പക്ഷേ മാനസാന്തരത്തിൻ്റെ ബലം പ്രകടിപ്പിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കണം നാം ഓരോരുത്തരുമാണ്. ഓരോ കുടുംബങ്ങളുമാണ് വിടുതൽ പ്രാപിക്കേണ്ടത്. അതിന് പരിഗണിക്കുന്ന വൈദികരോ സുവിശേഷ പ്രഘോഷകരോ വചനം വഴി നിങ്ങൾക്ക് അതിനൊരു, അതായത് ഈ വഴിക്ക് പോയാൽ നീ രക്ഷപ്പെടും എന്ന് നിനക്ക് പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ. വിടുതൽ പ്രാപിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ അതിൽ 31 മുതൽ തിരുവല്ലേഖനങ്ങൾ അവിടെ പാപിനിയായ സ്ത്രീയെ കുറിച്ച് കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം. പാപിനിയായ സ്ത്രീ അത് വായിച്ച് 31 അവർ
കുഴൽമതി നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപം ആലപിച്ചുവെങ്കിലും ചന്തസ്ഥലത്ത് നിന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന വീഞ്ഞു കുടിക്കാത്തവനായി വന്നു, മനുഷ്യപത്രം ഭക്ഷിക്കുന്നതിനും പാനം ചെയ്യുന്നതിനായി വന്നു. അപ്പോൾ ഇതാ ഭോജനപ്രിയനും മദ്യപാനും ചുങ്കാരുടെയും പാപികൾ ചെയ്യുന്നതുമായ മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നു. ഫരീസിയരും തന്നോട് ഭക്ഷണം കഴിക്കാൻ വീക്ഷണിച്ചു. യേശു അവന് വീട്ടിൽ പ്രവേശിച്ചു. ഭക്ഷണത്തിലിരിക്കുമ്പോൾ അപ്പോൾ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരീസിന്റെ വീട്ടിൽ വെൽകൻ ഫലം നിറയെ സുഗന്ധവുമായി അവൻ അവിടെ വന്നു. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനെതിരെ കരഞ്ഞുകൊണ്ട് കണ്ണീര് കൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച ഫരീസിയർ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും. ആ സംഭവം പാപിനിയായ സ്ത്രീ മാനസാന്തരപ്പെട്ട സംഭവം മാത്രമേ ഉള്ളൂ. മറ്റേ ഉത്തരപഞ്ഞിയും അതുപോലെ തന്നെ ഇത് തന്നെ മാനസാന്തര സംഭവം തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ താൻ പാപിയാണെന്ന് തിരിച്ചെന്ന് പാപിനിയായ സ്ത്രീ കരഞ്ഞ് കരഞ്ഞ് കർത്താവിന് കാല് കഴുകി. എന്നിട്ട് ടൗലില്ലായിരുന്നു തലമുടി കൊണ്ട് കാല് തുടച്ചു. എന്നിട്ട് സുഗന്ധദ്രവ്യം പൂശി. ചെറിയതും വലുതുമായ പാപങ്ങളെ ഓർത്ത് കരയണം, ഇതുപോലെ നിലവിളിക്കണം. അപ്പോൾ ഈ കൺവെൻഷൻ കഴിഞ്ഞ് നീ തിരിച്ചു പോകുമ്പോൾ നീതീകരിക്കപ്പെട്ടു പോകും. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 3-ാമത്തെ ലിഖിതം. ലൂക്കായുടെ സുവിശേഷം 13:3. അല്ല എന്ന് പറയുന്നു, അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ നശിക്കും. ഹല്ലേലൂയ. പശ്ചാത്തപിച്ചില്ലായിരുന്നെങ്കിൽ ആ പാപിനിയായ സ്ത്രീ അവൾ കണ്ണുനീര് കൊണ്ട് കർത്താവിന്റെ പാദങ്ങൾ കഴുകിയില്ലായിരുന്നെങ്കിൽ അവൾക്ക് സ്വർഗത്തിൽ ഒരിടം ലഭിക്കുകയില്ലായിരുന്നു. അവന് കർത്താവ് വീണ്ടും പറയാണ്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാളെ വിശുദ്ധ കുമ്പസാരത്തിനുള്ള സമയമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കണം, ഹൃദയം നുറുങ്ങി വിളിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് ചിന്തിക്കണം, വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കണ്ണുനീരോടെ ഏറ്റു പറഞ്ഞില്ല എങ്കിൽ നിനക്ക് വിടുതലില്ല, സൗഖ്യമില്ല. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നീ നശിക്കും. പശ്ചാത്തപിച്ചാൽ കർത്താവ് സ്വർഗം തുറന്ന് അനുഗ്രഹിക്കും. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ധൂർത്തപുത്രന്റെ ഉപമ. എല്ലാ സ്വത്തും തനിക്ക് കിട്ടുന്ന അവകാശങ്ങളെല്ലാം അപ്പൻ്റെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങിയിട്ട് ഈ മകൻ പോയി വിദൂരത്തേക്ക് പോയി. എന്നിട്ട് അവിടെ അവൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു ഈ ലോകത്ത് സകല മേളച്ചതയും ചെയ്തു. മദ്യപാനം, പുകവലി, ചീട്ടുകളി, വ്യഭിചാരം, സ്വയംഭോഗം, സുപ്രഭോഗം, അശുദ്ധി, അഗ്നിവാരം, അവന് ചെയ്യാൻ പറ്റുന്ന എല്ലാം. ഒരു ദൈവവൈതൽ ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന സകല പാപം ചെയ്തു. അവൻ അവസാനം സകലം നഷ്ടപ്പെട്ടു. അപ്പോൾ അവന് പിന്നീട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള വക അവൻ്റെ കയ്യിലില്ല. അവൻ പലരുടെ നിന്നും കൈ നീട്ടി, അവനൊന്നും കിട്ടിയില്ല. അപ്പോൾ അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം പ്രാപിച്ചു. അവന് പന്നികളെ മേയ്ക്കുന്നൊരു ജോലി കൊടുത്തു. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന്. പന്നിയെ മേയ്ക്കും. ആ പന്നിക്കൂട്ടി ചെന്നിട്ട് ഒരു പിടി തവിട് കൈയിട്ട് വാരാൻ പറ്റി പന്നി അവനെ ആട്ടി ഓടിച്ച് എല്ലാം കൂടി കുത്തി പുറത്താക്കി. അവൻ ആ പന്നിക്കൂട്ടിൽ ഇങ്ങനെ ചാരിയിരുന്ന് തലയെ കൈ വെച്ച് പ്രാർത്ഥിക്കുകയാണ്, അയ്യോ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ വേലക്കാർ സുഭിക്ഷമായി ഭക്ഷിക്കുന്നു, ഞാൻ ഈ പന്നിക്കൂട്ടി കിടന്ന് മൽപ്പിടുത്തം നടക്കുക. ഹല്ലേലൂയ. പന്നിക്കൂട്ടി കിടന്ന് മൽപ്പിടുത്തം നടത്തുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും. അപ്പൊ അവനൊരു ഭയം, ഈ പിതാവ് എന്ത് ചെയ്യും? ഞാൻ ഇത്രയും മ്ലേച്ഛത ചെയ്ത് കടത്തേക്ക് കടന്നു വരുമ്പോൾ പിതാവ് എന്നെ ശാസിച്ച് പുറത്താക്കുമോ എന്നൊരു ചിന്ത അവനുണ്ടായിരുന്നു. ഞാൻ ഈ ഉപമ ഒരു ഒരു തിയോളജി ഏതോ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു. ആ അച്ഛനെങ്ങനെ എഴുതിയിരിക്കുകയാണ് ഒരു സംഭവമായിട്ട് പിള്ളേർക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ. അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്തറിയാവോ? ഇവന് ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഒരു കുട്ടി ഇങ്ങനെ പോയി അവസാനം അവന് തിരിച്ചു വരണം. അപ്പോൾ അവന് വീട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അവനൊരു കത്ത് എഴുതും ആ കുട്ടി വീട്ടിലേക്ക്, അപ്പാ ഞാൻ അപ്പനെ ബുദ്ധിമുട്ടിപ്പിച്ചു, ഇനി എനിക്ക് ഞാനിപ്പോൾ ഭയങ്കര ഇതാണ്, അപ്പൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, കാരണം അത്രയേറെ കൊടും ക്രൂരതയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ
അപ്പൻ്റെ അടുത്തേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഭയമാണ്. അപ്പൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഞായറാഴ്ച നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ബസ്സിൽ, ഏതെങ്കിലും പല ബസ്സിലൂടെ പോകുന്നുണ്ട്, ഏതെങ്കിലും സമയത്ത് വരുന്നൊരു ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുവാണ്. അപ്പോൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ആ വീടിൻ്റെ മുമ്പിൽ ഒരു മാവുണ്ട്. ആ മാവിൽ ഒരു വെള്ളക്കൊടി കെട്ടിയിട്ടിരിക്കണം. ആ വെള്ളക്കൊടി കെട്ടിയിട്ടുണ്ട്. ഞാൻ ആ വെള്ളക്കൊടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇറങ്ങും. കാരണം എൻ്റെ അപ്പൻ എന്നോട് ക്ഷമിച്ചു, എന്നെ സ്വീകരിക്കുന്നുള്ള തെളിവാണ് ഈ വെള്ളക്കൊടി. അങ്ങനെ എഴുതി വെച്ചു. എന്ത് ചെയ്തു? എന്നിട്ട് ഈ മകൻ കത്തയച്ചു. അപ്പൻ്റെ കത്ത് കിട്ടി കാണും. പിറ്റേ ഞായറാഴ്ച ഈ മകൻ ബസ് യാത്ര ചെയ്ത് വരികയാണ്. അങ്ങ് അകലേന്ന് വരുമ്പോഴത്തേക്കും ആ പറമ്പ് നിറച്ചും വെള്ളക്കൊടിയാണ്. മാവിൽ ഒരെണ്ണം കെട്ടാനാണ് പറഞ്ഞത്. പറമ്പ് നിറച്ചും വെള്ളക്കൊടി കുത്തിയിരിക്കുകയാണ്. വഴി നീളെ വെള്ളക്കൊടി കുത്തിയിരിക്കുക. അവനവിടെ ചാടി ഇറങ്ങി. ഇറങ്ങി അപ്പോൾ അപ്പൻ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അപ്പനോട് മകൻ ചോദിക്കും, അപ്പാ ഞാൻ അപ്പനോട് പറഞ്ഞ് ഞാൻ ഇതിലൂടെ കടന്നു പോകും, അപ്പോൾ എന്നെ അപ്പൻ സ്നേഹിക്കുന്നെങ്കിൽ എന്നെ ക്ഷമിച്ചു, എന്നെ സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീ ഒരു വെള്ളക്കൊടി ഇവിടെ കെട്ടണമെന്ന് പറഞ്ഞു. ഈ പറമ്പ് നിറച്ചും മാവ് നിറച്ചും പറമ്പ് നിറച്ചും വെള്ളക്കൊടി കുത്തിയിരിക്കുന്നത് എന്തിനാ? ഒരെണ്ണം പോരായിരുന്നു എന്ന് ചോദിച്ചു. ഉടനെ അപ്പം പറഞ്ഞു, മകനെ, ഞാൻ ആ ഒരു വലിയ മാവേൽ ഒരു വെള്ളക്കൊടി കെട്ടിയാൽ നീ കടന്നു പോകും, ബസ് പാഞ്ഞു പോകുന്ന സമയത്ത് എങ്ങാനും ആ വെള്ളക്കൊടി കാണാതെ പോയാൽ നീ എനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. നീ എനിക്ക് അമൂല്യനാണ്. അതുകൊണ്ടാണ് നീ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ പറമ്പ് നിറച്ചും വെള്ളക്കൊടി കുത്തിയിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ ഇരിക്കുന്നത് പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ കണ്ണുനീരോടെയുള്ള തിരിച്ചുവരവ് കർത്താവിന് സ്വീകാര്യമാണ്. അവിടുന്ന് ഇതാ ആ നല്ല മനുഷ്യൻ കെട്ടിയതുപോലെ വെള്ളക്കൊടികൾ കൊട്ടി നിന്നെ സ്വീകരിക്കാൻ റെഡിയാണ്. പക്ഷേ കർത്താവ് നിന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ നിന്റെ പാപത്തെ ഒന്ന് ഓർത്ത് അനുദപിക്കുക, ഒന്ന് പൊട്ടിക്കരയുക. എത്രമാത്രം വലിയ കൊടുംപാവാകട്ടെ, എത്രമാത്രം ക്രൂരതയാകട്ടെ, ക്രൂരത, വഞ്ചന, കൊലപാതകം, അതെത്ര എണ്ണാകട്ടെ, പക്ഷേ അവന്റെ ഹൃദയത്തിൽ നിന്നൊരു തേങ്ങൽ വേണം. ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്. ധൂർത്തപുത്രൻ വന്നിട്ട് ഇങ്ങനെയാ പറഞ്ഞത്, പിതാവേ, ഞാൻ സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും പാപം ചെയ്തു പോയി. അങ്ങയുടെ പുത്രനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വേലക്കാരൻ ഒരുവനായി കണ്ടാ മതി. പക്ഷേ ആ നല്ല പിതാവ് വേലക്കാരൻ ഒരുവനായിട്ട് കണ്ടത്, മറിച്ച് എന്ത് ചെയ്തു? ഇതാ നഷ്ടപ്പെട്ട എൻ്റെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു. അവൻ മൃതനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. വരുമി നമുക്ക് ആഘോഷിക്കാം. കൊഴുത്ത മൃഗത്തെ കൊന്നിട്ട് അതുകൊണ്ട് വിഭവസമർത്ഥമായ ഒരു സദ്യ ഒരുക്കി നാട്ടുകാരെയും വീട്ടുകാരെയും വിളിച്ച് സന്തോഷിച്ച് നൃത്തം ചെയ്ത് ആനന്ദകാലം ആരംഭിക്കുന്ന ഒരു പിതാവ്. ഹല്ലേലൂയ. ഇതാണ് കർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അനുതാപത്തിന്റെ കണ്ണുനീര് വീഴിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടും. അപ്പോൾ നിന്റെ കുടുംബത്തിൽ ഇപ്പോൾ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന പൈശാചികത ഒന്നൊന്നായി പുറകോട്ട് പോകും. സകല കെട്ടുകളും ബാധകളും ഒഴിയും, ചങ്ങലകളെല്ലാം പൊട്ടി തകർന്നു വീഴും. അപ്പോൾ അവിടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നീട് നീ നിന്റെ പാപത്തെയും നിന്റെ മ്ലേച്ഛതയെയും ഇപ്പോൾ നീ കാത്തു സൂക്ഷിക്കുന്ന അശുദ്ധിയുടെ മാർഗങ്ങൾ, അധർമ്മത്തിന്റെ മാർഗങ്ങൾ ഓരോന്നോരോന്നായി അത് പറിച്ച് ആ എരിതീക്കകത്തേക്ക് ഇടുമ്പോൾ സ്വർഗം തുറക്കപ്പെടും. എന്നിട്ട് കർത്താവ് നിന്റെ മേൽ കരുണയുടെ കരനീട്ടും. ഇതാ ഇവൻ ഇന്ന് മൃതനായിരുന്നു, ഇന്ന് ജീവിക്കുന്നു. ഇവന്റെ കുടുംബത്തിലെ സകല ബന്ധനങ്ങളും അഴിയട്ടെ യേശു പറയും. അതല്ലാതെ നീ മാനസാന്തരത്തിന് വഴിയെ പോകാതെ അനുദപിക്കാതെ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താം, ദൈവത്തിന്റെ കൃപ നീ കണ്ടെത്താന്ന് വിചാരിക്കേണ്ട. കർത്താവ് ഇതാ രണ്ട് കൈ നീട്ടി നോക്കി നിൽക്കുകയാണ്. എൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയൻ, മരിച്ചവൻ, അവനെന്ന് തിരിച്ചു വരും. ധൂർത്തപുത്രനെ പോലെ അവനെന്ന് തിരിച്ചു വരും എന്നോർത്ത് കർത്താവ് സങ്കടപ്പെടുകയാണ്. അവൻ്റെ ഒരു കണ്ണുനീര് കർത്താവിന് മതി. ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 13 മുതൽ ലിഖിതങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 13 മുതൽ ചുങ്കക്കാരനും ഫരീസിയനും. വായിക്ക്. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവൻ ആ ഫരീസിയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി. എന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ, തന്നെ തന്നെ താഴ്ത്തുന്നവൻ. ഹല്ലേലൂയ. മതി, അത്ര മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ ആരാധന. അവൻ പ്രാർത്ഥിക്കുകയാണ്. ചുങ്കക്കാരൻ വന്നിട്ട് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്ന സംഭവമുണ്ട്. പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കണ്ണുയർത്താൻ ഞാൻ യോഗ്യനല്ല. ഞാൻ പാപിയാണ്. പക്ഷേ ആ ഫരീസി പറയുന്നുണ്ട്, അവൻ ഏറ്റവും മുമ്പിൽ, ദേവാലയത്തിന് ഏറ്റവും മുമ്പിൽ വന്നിരുന്ന് പറയാണ്, ഞാൻ ഇന്ന കുടുംബത്തിൽ, മെത്രാനുള്ള കുടുംബത്തിലാണ്, പള്ളിയിൽ 15 വർഷമായിട്ട് കൈക്കാരൻ, ഞാൻ പള്ളിയിൽ കണക്കൻ, കപ്പ്യാര് എന്ന് പറയും. എന്നിട്ട് പറയാണ്, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല, ഞാൻ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, പള്ളിയിൽ പോകുന്നു, ഉപവസിക്കുന്നു, ദാനധർമ്മം ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്, ധ്യാനത്തിന് ഏറ്റവും ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. പക്ഷേ ചുങ്കക്കാരനെ പോലെ അവൻ്റെ ഹൃദയം മാംസലമായിട്ടില്ല. ചുങ്കക്കാരൻ്റെ ഹൃദയം മാംസലമായി, ഫരീസിന്റെ ഹൃദയം കഠിനമായി. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് അവൻ അന്ധകാരത്തിന്റെ പ്രവൃത്തി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ സൂസനെ പീഡിപ്പിക്കാൻ വരുന്നത് രണ്ട് നേതാക്കന്മാരാണ്. രണ്ട് നേതാക്കന്മാര്, എല്ലാ വചനങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ച് ന്യായാധിപന്മാർ. അവരാണ് ഈ അവര് ജനത്തിന് മുമ്പിൽ അവർ എല്ലാം ക്ലിയറാ. പക്ഷേ അതിൻ്റെ പിന്നിൽ മറ്റൊരു സംഭവമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കും, പുറമേ നിങ്ങൾ നോക്കുമ്പോൾ അത് നിങ്ങളെല്ലാം ഓക്കെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് വെള്ളയടിച്ച കുഴിമാടങ്ങളാണോ എന്ന് ചിന്തിച്ച് നോക്കുക. വെള്ളയടിച്ച് കുഴിമാടങ്ങളാണെന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സമയമായി. ഓരോരുത്തരും വചനം കേട്ട് ഇന്ന് മടങ്ങുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുതാപത്തിന് കണ്ണുനീര് വീഴിക്കണം. നാളെ കുമ്പസാരക്കുള്ളിൽ ഇറങ്ങണം. ഏറ്റവും വലിയ പാപമാകട്ടെ, ഏറ്റവും ചെറിയ പാപമാകട്ടെ, അത് ദൈവസന്നിധിയിൽ ഏറ്റു പറയുക. നമ്മളാരെയും വിധിക്കാൻ നിൽക്കേണ്ട. ഓരോരുത്തരും പ്രാർത്ഥിക്കുക. നമ്മൾ മൂലം പാപത്തിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ, ഞാൻ പാപത്തിലേക്ക് വീണു, നമ്മൾ മൂലം മറ്റാരെങ്കിലും വീണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പാപത്തിന് അടിമയാണെങ്കിൽ കർത്താവിനോട് മാപ്പ് അപേക്ഷിക്കുക. പ്രവാചകന്മാർ പറഞ്ഞതും പൂർവ്വപ്രവാചകന്മാർ പറഞ്ഞവരും അപ്പസ്തോലന്മാർ പറഞ്ഞതും ഇത് തന്നെ, മാനസാന്തരപ്പെടുവിൻ. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ജനം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷം അനുസരിച്ച് ജീവിക്കുവിൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി.